അപ്പോൾ നേരത്തെ +2 നമ്മൾ ലോക്കൽ മാക്സിമം ലോക്കൽ മിനിമം ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ ലോക്കൽ മാക്സിമം ആണോ ലോക്കൽ മിനിമം ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മളൊരു സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് നമ്മൾ നടത്തുമായിരുന്നു. സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു ഇത് നമ്മൾ പഠിക്കുന്നുണ്ടായിരുന്നു. അതെങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്? ഒരു ഫംഗ്ഷൻ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അവിടെ അതിൻ്റെ ലോക്കൽ മാക്സിമം ലോക്കൽ മിനിമം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഏത് പോയിൻ്റ് ആണെന്നുള്ളത് നോക്കും. എന്നിട്ട് അതിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് കൺസിഡർ ചെയ്യും. അപ്പോൾ ആദ്യം നമ്മൾ സ്റ്റേഷനറി പോയിൻ്റ് ഏതാണെന്ന് നോക്കണം. സ്റ്റേഷനറി പോയിൻ്റ് ഏതാണെന്ന് നോക്കാൻ വേണ്ടി എന്താ ചെയ്യുന്നത്? നമുക്കറിയാം ലോക്കൽ മാക്സിമം ലോക്കൽ മിനിമം ഉള്ള പോയിന്റിൽ, അതായത് ലോക്കൽ എക്സ്ട്രീമോസ് ഉള്ള പോയിന്റ്സിലെല്ലാം എന്തായിരിക്കും? ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതായത് ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് 0 ആയിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യം ഫംഗ്ഷൻ എടുക്കും. ഫംഗ്ഷൻ്റെ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് f'=0 എന്നുള്ളത് f'(x=0) എന്നുള്ള അത് ഇക്വേറ്റ് ചെയ്യും. അതായത് df/dx=0 എന്നുള്ള കൊടുക്കും. അപ്പോൾ df/dx 0 എന്ന് കൊടുക്കുമ്പോൾ നമുക്ക് എക്സിന് കുറച്ച് വാല്യൂസ് കിട്ടും. അപ്പോൾ അതാണ് നമ്മുടെ സ്റ്റേഷനറി പോയിൻറ്റ്സ്. ഇപ്പോൾ ഡെറിവേറ്റീവ് =0 എന്ന് കൊടുക്കുമ്പം നമുക്ക് എക്സിന് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് സ്റ്റേഷനറി പോയിൻ്റ് ആയിരുന്നു. അപ്പോൾ ആ സ്റ്റേഷനറി പോയിന്റിൽ ലോക്കൽ മിനിമം ആണോ ലോക്കൽ മാക്സിമം ആണോ സാഡിൽ പോയിൻ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടി എന്താ ചെയ്യുന്നത്? നമ്മൾ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് എടുക്കും. സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് എടുത്തിട്ട് നമുക്ക് കിട്ടിയ ആ സ്റ്റേഷനറി പോയിന്റിൽ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കും. അപ്പോൾ സ്റ്റേഷനറി പോയിന്റിൽ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവിൻ്റെ സൈൻ പോസിറ്റീവ് ആണെങ്കിൽ ലോക്കൽ മിനിമം ആയിരിക്കും. സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവിൻ്റെ സൈൻ അറ്റ് സ്റ്റേഷനറി പോയിന്റ് നെഗറ്റീവ് ആണെങ്കിൽ ആ പോയിന്റിൽ ലോക്കൽ മാക്സിമം ആയിരിക്കും എന്ന് നമ്മൾ കൺക്ലൂഡ് ചെയ്യും. അതുപോലെ തന്നെ മൾട്ടി വേരിയബിൾ ഫംഗ്ഷൻസിൻ്റെ കേസിൽ നമ്മളുടെ സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ അതാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതൊരു തിയറം ആയിട്ട് പറയുവാണ്. സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഫോർ എക്സ്ട്രീമ, തിയറം 12. അപ്പോൾ അത് മൾട്ടി വേരിയബിൾ ഫംഗ്ഷൻസിൻ്റെ കേസിൽ ഈ ലോക്കൽ എക്സ്ട്രീമസ് കണ്ടുപിടിക്കാനുള്ള സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റാണ് നമ്മൾ ഈ സെക്ഷനിൽ പറയുന്നത്, അതായത് തിയറത്തിൽ പറയുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ഇത് വെച്ചിട്ട് പ്രോബ്ലം ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇത് വെച്ചിട്ടുള്ള അടുത്ത തിയറം വെച്ചിട്ട് മെയിനായിട്ടും പ്രോബ്ലം ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ബേസ് ഇതാ. അസ്യൂം ദാറ്റ് ദ സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് dij(f) എക്സിസ്റ്റ് ഇൻ ആൻ n bar b of a bar ആൻഡ് ആർ കണ്ടിന്യൂസ് അറ്റ് a bar. അപ്പോൾ ഇത് സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് എന്നും പറഞ്ഞുകൊണ്ട് ചോദിക്കും കേട്ടോ. സ്റ്റേറ്റ്മെൻറ്റ് പഠിച്ചാണ്. Assume that the second order partial derivatives dij(f) exist in an n bar b of a bar and are continuous at a bar where a bar is a stationary point of f. Let q of t bar is equal to 1/2 f double dash at a bar in the direction of t bar is equal to 1/2 into നമ്മുടെ സെക്കൻഡ് ഓർഡർ ഡയറക്ഷണൽ ഡെറിവേറ്റീവിൻ്റെ ഡെഫിനിഷൻ 1/2 ഇൻറ്റു സിഗ്മ. ഈ 1/2 ആണ് ഈ 1/2. സെക്കൻഡ് ഓർഡർ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് അറ്റ് എ ബാറിൻ്റെ ഡയറക്ഷൻ ഓഫ് ടി ബാർ എന്ന് പറഞ്ഞാൽ എന്താ? സിഗ്മ ഈസ് ഈക്വൽ ടു 1 to n, സിഗ്മ ജെ ഈസ് ഈക്വൽ ടു 1 to n dij(f) of a bar ഇൻറ്റു ti(tj). നമ്മൾ ഇക്വേഷൻ എ ആയിട്ട് എടുത്തു. ദെൻ നമ്മുടെ തിയറം പറയുന്നത് ഇതാണ്. ഇഫ് q of t bar greater than 0 for all t bar not equal to 0 bar, f has a relative minimum at a bar. If q of t bar less than 0 for all t bar not equal to 0 bar, f has a relative maximum at a bar. If q of t bar takes both positive and negative values, then f has a saddle point at a bar. ഇപ്പോൾ ഇതാണ് തിയറം പറയുന്നത്. ഇപ്പോൾ ഇവിടെ പറയുന്നത് എന്താ? അസ്യൂം ദാറ്റ് ഇപ്പോൾ നമ്മളുടെ എഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ എടുത്തു. അതിൻ്റെ സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്നത് dij(f). സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എല്ലാം ബി ഓഫ് എ ബാർ എന്ന് പറയുന്ന ഒരു എൻബോളിൽ ഡിഫൈൻഡ് ആണ്, അതുപോലെ കണ്ടിന്യൂസും ആണ്. എ ബാറിൽ കണ്ടിന്യൂസും ആണ്. ബി ഓഫ് എ ബാറിൽ ഡിഫൈൻഡ് ആയിരിക്കണം, എ ബാറിൽ കണ്ടിന്യൂസ് ആയിരിക്കണം. സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എല്ലാം എഫിൻ്റെ സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എല്ലാം ബി ഓഫ് എ ബാർ എന്ന് പറയുന്ന ഒരു എൻബോളിൽ ഡിഫൈൻഡ് ആണ്, അണ്ടർ കണ്ടിന്യൂസ് സെറ്റ് എക്സിസ്റ്റ് ചെയ്യും, അണ്ടർ കണ്ടിന്യൂസ് സെറ്റ് എ ബാറാണ്. ഇവിടെ എ ബാർ എന്ന് ഉദ്ദേശിക്കുന്നത് സ്റ്റേഷനറി പോയിന്റ് ഓഫ് എഫ് ആണ്. അപ്പോൾ എ ബാർ എന്ന് പറയുന്നത് സ്റ്റേഷനറി പോയിന്റ് ഓഫ് എഫ് ആണ്. സ്റ്റേഷനറി പോയിന്റ് ഓഫ് എഫ് എന്ന് പറയുന്നത് എന്താ? ∇f 0 വരുന്ന പോയിൻ്റാണ് എ ബാർ. ∇f 0 ആകുന്ന പോയിൻറ്റ്സിനെ നമ്മൾ സ്റ്റേഷനറി പോയിൻറ്റ്സ് എന്ന് പറയുന്നത് മൾട്ടി വേരിയബിൾ ഫംഗ്ഷൻസിൻ്റെ കേസിൽ. അപ്പോൾ ∇f 0 വരുന്ന പോയിൻ്റാണ് എ ബാർ. അപ്പോൾ ആ പോയിൻറ്റിന് സെൻറ്റേഡ് ആയിട്ട് ഒരു എൻബോളാണ് ബി ഓഫ് എ ബാർ. അപ്പോൾ ബി ഓഫ് എ ബാറിൽ നമ്മുടെ എഫിൻ്റെ എല്ലാ സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സും എക്സിസ്റ്റ് ചെയ്യും, അതുപോലെ എ ബാറിൽ ഈ സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എല്ലാം കണ്ടിന്യൂസും ആണ്. ഇനി ക്യൂ ഓഫ് ടി ബാർ ആയിട്ട് നമ്മളൊരു ക്വാണ്ടിറ്റി ഡിഫൈൻ ചെയ്യുവാണ്. ക്യൂ ഓഫ് ടി ബാർ ഈക്വൽ ടു 1/2 എഫ് ഡബിൾ ഡാഷ് ടി ബാർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ടി ബാർ. ഇപ്പോൾ ടി ബാറിൻ്റെ ഡയറക്ഷനിൽ ക്യൂ ഓഫ് ടി ബാർ എന്ന് പറയുന്നത്, ഇപ്പോൾ ഇവിടെ നമ്മൾ ഈ വെക്ടറിൻ്റെ ടി ബാറിൻ്റെ ഒരു ഫംഗ്ഷനാണ് ക്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ക്യൂ ഓഫ് ടി ബാർ ആയിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് എന്താ? 1/2 എഫ് ഡബിൾ ഡാഷ് അറ്റ് എ ബാർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ടി ബാർ. അപ്പം അതായത് ഡയറക്ഷണൽ ഡെറിവേറ്റീവ് അറ്റ് എ ബാർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ടി ബാറിൻ്റെ ഹാഫാണ് ക്യൂ ഓഫ് ടി ബാർ ആയിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം എഫ് ഡബിൾ ഡാഷ് ടി ബാർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ടി ബാറിന് നമുക്ക് ഹയർ ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട് നമ്മൾ ഓൾറെഡി. അപ്പോൾ അതിൻ്റെ ആ ഒരു ഡിഫിനിഷൻ അനുസരിച്ച് ഇത് ഈക്വൽ ടു എന്ത് വരും? 1/2 സിഗ്മ ഐസ് ഈക്വൽ ടു 1 to n, സിഗ്മ ജെ ഈസ് ഈക്വൽ ടു 1 to n dij(f) of a bar ഇൻറ്റു ti(tj) എന്ന് എഴുതാൻ പറ്റും. അത് ഇക്വേഷൻ എ ആയിട്ട് എടുത്തു. ഇനി നമ്മുടെ തിയറം പറയുന്നത് ക്യൂ ഓഫ് ടി ബാർ ഗ്രേറ്റർ ദാൻ 0 ഫോർ ഓൾ ടി ബാർ നോട്ട് ഈക്വൽ ടു 0 ബാർ.
അപ്പം 0 ബാർ അല്ലാത്ത ഏത് ടി ബാർ എടുത്താലും ക്യൂ ഓഫ് ടി ബാർ 0 ബാറിൽ എന്താ പറ്റുക, ടി ബാർ ഈക്വൽ 0 ബാർ ആകുമ്പോൾ ക്യൂ ഓഫ് ടി ബാർ എന്താ വരിക, ക്യൂ ഓഫ് 0 ബാർ വരും. ക്യൂ ഓഫ് 0 ബാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1/2 എഫ് ഡബിൾ ഡാഷ് അറ്റ് എ ബാർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് 0 വെക്ടർ. നമുക്കറിയാം ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് 0 വെക്ടർ. ഏത് പോയിന്റിൽ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് എടുത്താലും 0 വെക്ടറിൻ്റെ ഡയറക്ഷനിലുള്ള ഡയറക്ഷണൽ ഡെറിവേറ്റീവ് എപ്പോഴും എന്തായിരിക്കും, 0 ആയിരിക്കും. അതുകൊണ്ടാണ് ടി ബാർ നോട്ട് ഈക്വൽ ടു 0 വെക്ടർ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 0 വെക്ടർ അല്ലാത്ത ഏത് ടി ബാർ എടുത്താലും ക്യൂ ഓഫ് ടി ബാർ പോസിറ്റീവ് ആണെങ്കിൽ എഫ് ഹാസ് എ റിലേറ്റീവ് മിനിമം അറ്റ് എ ബാർ എന്ന് പറയാം. ഇനി 0 വെക്ടർ അല്ലാത്ത ഏത് ടി ബാർ എടുത്താലും ക്യൂ ഓഫ് ടി ബാർ നെഗറ്റീവ് ആണെങ്കിൽ എഫ് ഹാസ് എ റിലേറ്റീവ് മാക്സിമം അറ്റ് എ ബാർ എന്ന് പറയും. ഇനി ക്യൂ ഓഫ് ടി ബാറിന് രണ്ട് പോസിറ്റീവ് നെഗറ്റീവും വാല്യൂസ് എടുക്കുന്നുണ്ടെങ്കിൽ എഫ് ഹാസ് എ സാഡിൽ പോയിന്റ് അറ്റ് എ ബാർ എന്ന് പറയും. സാഡിൽ പോയിന്റ് നമുക്കറിയാം ഒരു സ്റ്റേഷനറി പോയിന്റ് ആണ്. അവിടെ ലോക്കൽ മാക്സിമം ലോക്കൽ മിനിമം ഇല്ലാത്ത പോയിന്റ്സിനാണ് നമ്മൾ സാഡിൽ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പ്രൂഫ് നോക്കാം. To determine whether a function of n variables has a local maximum, a local minimum or a saddle point at a stationary point a bar, we must determine the algebraic sign of f of x bar minus f of a bar for all x bar in a neighborhood of a bar. ഇവിടെ പറയുന്നത് എന്താ, ഒരു ഫംഗ്ഷന് n വേരിയബിൾസ് ഉള്ള ഒരു ഫംഗ്ഷൻ്റെ കേസിൽ ലോക്കൽ മാക്സിമം ലോക്കൽ മിനിമം അല്ലെങ്കിൽ സാഡിൽ പോയിന്റ് ആണോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റേഷനറി പോയിന്റ് എ ബാറിൽ ലോക്കൽ മാക്സിമം ഉണ്ടോ ലോക്കൽ മിനിമം ഉണ്ടോ അതോ ആ പോയിന്റ് സാഡിൽ പോയിന്റ് ആണോ എന്നറിയാൻ വേണ്ടി എന്താ ചെയ്യുന്നത്, ഓൾജിബ്രൈക് സൈൻ ഓഫ് എഫ് ഓഫ് എക്സ് ബാർ മൈനസ് എഫ് ഓഫ് എ ബാർ നോക്കും. ഫോർ എവറി എക്സ് ബാർ ഇൻ എ നെയ്ബർഹുഡ് ഓഫ് എ ബാർ. ഇപ്പോൾ എ ബാറിൻ്റെ ഒരു നെയ്ബർഹുഡ് എടുത്തിട്ട് അവിടെയുള്ള എല്ലാ പോയിന്റ്സിലും നമ്മൾ എഫ് ഓഫ് എക്സ് ബാർ മൈനസ് എഫ് ഓഫ് എ ബാറിൻ്റെ ഓൾജിബ്രൈക് സൈൻ നോക്കും. അത് എന്താ ഉദ്ദേശിക്കുന്നത്, എഫ് ഓഫ് എക്സ് ബാർ മൈനസ് എഫ് ഓഫ് എ ബാർ പോസിറ്റീവ് ആണെങ്കിൽ എന്താ സംഭവിക്കുക, ഫോർ എവറി എക്സ് ബാർ ഇൻ എ നെയ്ബർഹുഡ് ഓഫ് എ ബാർ എഫ് ഓഫ് എക്സ് ബാർ മൈനസ് എഫ് ഓഫ് എ ബാർ പോസിറ്റീവ് ആണെങ്കിൽ, അതായത് എഫ് ഓഫ് എക്സ് ബാർ മൈനസ് എഫ് ഓഫ് എ ബാർ ഗ്രേറ്റർ ദാൻ 0 എന്ന് വെച്ചോ, അങ്ങനെയാണെങ്കിൽ എന്താ വരിക, ഫോർ എവറി എക്സ് ബാർ ഇൻ എ നെയ്ബർഹുഡ് എഫ് എ ബാർ എഫ് ഓഫ് എക്സ് ബാർ മൈനസ് എഫ് ഓഫ് എ ബാർ ഇസ് ഗ്രേറ്റർ ദാൻ 0 എന്ന് വരും. ദാറ്റ് ഈസ് ഫോർ എവറി എക്സ് ബാർ ഇൻ എ നെയ്ബർഹുഡ് ഓഫ് എ ബാർ എഫ് ഓഫ് എക്സ് ബാർ ഗ്രേറ്റർ ദാൻ എഫ് ഓഫ് എ ബാർ എന്ന് വരും. അതായത് എ ബാറിൻ്റെ ഇമേജിനേക്കാളും കൂടുതലാണ് എല്ലാ എക്സ് ബാറിൻ്റെ ഇമേജും ഇൻ എ നെയ്ബർഹുഡ് ഓഫ് എ ബാർ. ദാറ്റ് മീൻസ് എ ബാർ ഇസ് എ ലോക്കൽ മിനിമം എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി എഫ് ഓഫ് എക്സ് ബാർ മൈനസ് എഫ് ഓഫ് എ ബാർ ലെസ് ദാൻ 0 ആണെങ്കിൽ എന്ത് പറ്റും, നെഗറ്റീവ് ആണെങ്കിൽ ലെസ് ദാൻ 0 ആണെങ്കിൽ എഫ് ഓഫ് എക്സ് ബാർ മൈനസ് എഫ് ഓഫ് എ ബാർ ഇസ് ലെസ് ദാൻ 0 ഫോർ എവറി എക്സ് ബാർ ഇൻ എ നെയ്ബർഹുഡ് ഓഫ് എ ബാർ നമുക്ക് പറയാം. ദാറ്റ് ഈസ് എഫ് ഓഫ് എക്സ് ബാർ ഇസ് ലെസ് ദാൻ എഫ് ഓഫ് എ ബാർ ഫോർ എവറി എക്സ് ബാർ ഇൻ എ നെയ്ബർഹുഡ് ഓഫ് എ ബാർ. അതായത് എഫ് ഓഫ് എ ബാറിൻ്റെ വാല്യൂ ആണ്, അതായത് എ ബാറിൻ്റെ ഇമേജ് ആണ് വലുത് ഫോർ എവറി എക്സ് ബാർ. വേറെ ഏത് എക്സ് ബാർ എടുത്താലും പിന്നെ നെയ്ബർഹുഡ് ഓഫ് എ ബാർ, എ ബാറിൻ്റെ ഒരു നെയ്ബർഹുഡിലുള്ള ഏത് എക്സ് ബാർ എടുത്താലും എ ബാറിൻ്റെ ഇമേജ് ആണ് വലുതെന്ന് കിട്ടും. ദാറ്റ് മീൻസ് എഫ് എ ബാർ ഇസ് എ ലോക്കൽ മാക്സിമം എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ എഫ് ഓഫ് എക്സ് ബാർ മൈനസ് എഫ് ഓഫ് എ ബാർ ഇതിൻ്റെ ഓൾജിബ്രൈക് സൈൻ പിന്നെ നെയ്ബർഹുഡ് ഓഫ് എ ബാർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം, അവിടെ ലോക്കൽ മിനിമം ആണോ ലോക്കൽ മാക്സിമം ആണോ നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. അതാണ് നമ്മൾ ഈ പാരഗ്രാഫിൽ പറഞ്ഞേക്കുന്നത്. That to determine whether a function of n variables has a local maximum, a local minimum or a saddle point at a stationary point a bar, we must determine the algebraic sign of f of x bar minus f of a bar for every x bar in a neighborhood of a bar. ഇനി നമ്മൾ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യണം, പ്രൂഫിലേക്ക് പോവുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. നോ കൺസിഡർ ദി പോയിന്റ് വൈ ബാർ ഇസ് ഈക്വൽ ടു എ ബാർ പ്ലസ് ടി ബാർ. അപ്പോൾ വൈ ബാർ ആയിട്ട് നമ്മൾ എടുത്തേക്കുന്ന പോയിന്റ് എ ബാർ പ്ലസ് ടി ബാർ. എ ബാർ നമുക്കുണ്ട്, എ ബാർ എന്ന് പറഞ്ഞാൽ എന്താണ്, സ്റ്റേഷനറി പോയിന്റാണ്. വൈ ബാർ ആയിട്ട് നമ്മൾ എ ബാർ പ്ലസ് ടി ബാർ എന്ന് പറയുന്ന ആ ഒരു വെക്ടർ ചൂസ് ചെയ്തു. ദെൻ ബൈ ടൈലേഴ്സ് ഫോർമുല, ഇവിടെ ടൈലേഴ്സ് ഫോർമുല അപ്ലൈ ചെയ്യുവാണ്. വൈ ബാറിലും എ ബാറും വെച്ചിട്ട് ടൈലേഴ്സ് ഫോർമുല അപ്ലൈ ചെയ്യുന്നു കേട്ടോ. വൈ ബാറും എ ബാറും വെച്ചിട്ടാണ് നമ്മൾ ടൈലേഴ്സ് ഫോർമുല അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ടൈലേഴ്സ് ഫോർമുല വെച്ചിട്ട് എഫ് ഓഫ് എ ബാർ പ്ലസ് ടി ബാർ മൈനസ് എഫ് ഓഫ് എ ബാർ ഇസ് ഈക്വൽ ടു, അതായത് ടൈലേഴ്സ് ഫോർമുലയ്ക്കകത്ത് ബിക്ക് വരെ നമ്മൾ വൈ ബാർ എടുത്തു, അതായത് എ ബാർ പ്ലസ് ടി ബാർ. എ ബാർ ആയിട്ട് എ ബാർ തന്നെ എടുത്തു. അപ്പോൾ എഫ് ഓഫ് എ ബാർ പ്ലസ് ടി ബാർ മൈനസ് എഫ് ഓഫ് എ ബാർ ഇസ് ഈക്വൽ ടു സിഗ്മ കെ ഇസ് ഈക്വൽ ടു 1 to m minus 1 f kth derivative at a bar in the direction of t bar by k factorial plus 1 by m factorial f mth derivative at z bar in the direction of t bar, where z bar belongs to L of a bar comma a bar plus t bar. അപ്പോൾ ഇവിടെ നമ്മൾ m is equal to 2 എടുക്കുക. അപ്പോൾ നമുക്ക് തന്നിട്ടുണ്ട് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് എല്ലാം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, കണ്ടിന്യൂസ് ആണെന്നൊക്കെ തന്നിട്ടുണ്ട്, എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്നൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. പാർഷ്യൽ ഡെറിവേറ്റീവ്സും ഡയറക്ഷണൽ ഡെറിവേറ്റീവ്സും നമ്മളുള്ള ഇതൊക്കെ നമുക്കറിയാം. അപ്പോൾ ഇവിടെ നമ്മൾ m ഈക്വൽ ടു 2 എടുക്കുകയാണ്. അപ്പോൾ m ഈക്വൽ ടു 2 ആണെങ്കിൽ ടൈലേഴ്സ് ഫോർമുല എന്തോ വരും, എഫ് ഓഫ് എ ബാർ പ്ലസ് ടി ബാർ മൈനസ് എഫ് ഓഫ് എ ബാർ ഇസ് ഈക്വൽ ടു, ഇവിടെ m 2 ആണ്. അപ്പോൾ സിഗ്മ കെ ഇസ് ഈക്വൽ ടു 1 to 2 minus 1 ഇപ്പോൾ ഒറ്റ ടൈം വരത്തുള്ളൂ സമ്മേഷനകത്ത്. അപ്പോൾ എന്താ വരിക, എഫ് ഡാഷ് അറ്റ് എ ബാർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ടി ബാർ ബൈ 1 factorial പ്ലസ് 1 by 2 factorial ഇൻറ്റു എഫ് ഡബിൾ ഡാഷ് അറ്റ് സെഡ് ബാർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ടി ബാർ എന്ന് വരും. ഇപ്പോൾ ഇവിടെ നമ്മൾ സെഡ് ബാർ എന്ന് പറയുന്നത് എൽ ഓഫ് എ ബാർ കോമ എ ബാർ പ്ലസ് ടി ബാറിൽ ഒരു പോയിൻ്റാണ്. അതായത് എ ബാറും എ ബാർ പ്ലസ് ടി ബാറും തമ്മിൽ കണക്ട് ചെയ്യുന്ന ലൈൻ സെഗ്മെൻറ്റിൽ ഒരു പോയിൻ്റാണ് സെഡ് ബാർ. ഇവിടെ നമ്മൾ ചെയ്തത് ഇത്രയേ ഉള്ളൂ. ആദ്യം ഫസ്റ്റ് ഓർഡർ ടൈലേഴ്സ് ഫോർമുല എഴുതി m ഈക്വൽ ടു 2 കേസ് എടുത്തു, വൈ ബാർ ഈക്വൽ ടു എ ബാർ പ്ലസ് ടി ബാർ എടുത്തു, എന്നിട്ട് ഫസ്റ്റ് ഓർഡർ ടൈലേഴ്സ് ഫോർമുല എഴുതി m ഈക്വൽ ടു ഫസ്റ്റ് ഓർഡർ അല്ല ടൈലേഴ്സ് ഫോർമുല എഴുതി, then m is equal to 2 എന്നുള്ള
ഇത് കൊടുത്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എഫ് ഓഫ് എ ബാർ പ്ലസ് ടി ബാർ minus f of a bar is equal to 1 f dash at a bar in the direction of t bar by 1 factorial plus 1 by 2 factorial into f double dash at z bar in the direction of t bar എന്ന് വന്നു. That is equal to f dash at a bar in the direction of t bar plus 1 by 2 factorial എന്ന് പറഞ്ഞാൽ 1 by 2 into f double dash at z bar in the direction of t bar നമ്മൾ കിട്ടി. ഇനി എഫ് റിയൽ വാല്യൂഡ് ആയതുകൊണ്ട് എഫ് ഡാഷ് അറ്റ് എ ബാർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ടി ബാർ നമുക്ക് ഇങ്ങനെ എഴുതാം. ഡെൽ എഫ് ഓഫ് എ ബാർ ഡോട്ട് ടി ബാർ എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഇത് ഈക്വൽ ടു ഡെൽ എഫ് ഓഫ് എ ബാർ ഡോട്ട് ടി ബാർ പ്ലസ് 1 by 2 എഫ് ഡബിൾ ഡാഷ് അറ്റ് ഇസഡ് ബാർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ടി ബാർ എന്ന് വന്നു. നമുക്കറിയാം എ ബാർ എന്ന് പറയുന്ന ആരെ സ്റ്റേഷനറി പോയിന്റ് ഓഫ് എഫ് ആണ്. എഫിൻ്റെ സ്റ്റേഷനറി പോയിൻ്റാണ് എ ബാർ. ഇപ്പോൾ സ്റ്റേഷനറി പോയിൻറ്റിൻ്റെ ഡെഫിനിഷൻ എന്താ? ഗ്രേഡിയൻ വെക്ടർ 0 ആകുന്ന പോയിൻറ്റ്സിൻ്റെ സ്റ്റേഷനറി പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഡെൽ എഫ് ഓഫ് എ ബാർ എന്ന് പറയുന്നത് 0 ആയിരിക്കും. കാരണം എ ബാർ എഫിൻ്റെ സ്റ്റേഷനറി പോയിന്റ് ആയതുകൊണ്ട് ഡെൽ എഫ് ഓഫ് എ ബാർ 0 ആണ്. ഈ ടേം കംപ്ലീറ്റ് 0 ആയിപ്പോയി. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും? 1 by 2 എഫ് ഡബിൾ ഡാഷ് അറ്റ് ഇസഡ് ബാർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ടി ബാർ നേട്ടി. ഇനി ഇവിടെ നമ്മൾ മൈനസ് 1 by 2 എഫ് ഡബിൾ ഡാഷ് അറ്റ് എ ബാർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ടി ബാർ ആഡ് ചെയ്യുകയും സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ നമുക്ക് ഇത് ഈക്വൽ ടു 1 by 2 എഫ് ഡബിൾ ഡാഷ് അറ്റ് ഇസഡ് ബാർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ടി ബാർ മൈനസ് 1 by 2 എഫ് ഡബിൾ ഡാഷ് അറ്റ് എ ബാർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ടി ബാർ പ്ലസ് 1 by 2 എഫ് ഡബിൾ ഡാഷ് അറ്റ് എ ബാർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ടി ബാർ നേട്ടി. അതായത് 1 by 2 എഫ് ഡബിൾ ഡാഷ് അറ്റ് എ ബാർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ടി ബാർ എന്നുള്ള വാല്യൂ നമ്മളിവിടെ ആഡ് ചെയ്യുകയും സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്തു. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 by 2 ഈ വാല്യൂ 1 by 2 എഫ് ഡബിൾ ഡാഷ് അറ്റ് എ ബാർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ടി ബാർ പ്ലസ് ഇതിനെ രണ്ടിനോട് കമ്പൈൻ ചെയ്ത് നമ്മൾ നോം ടി ബാർ സ്ക്വയർ ഇൻറ്റു ഇ ഓഫ് ടി ബാർ എന്ന് കൊടുത്തു. 1 by 2 എഫ് ഡബിൾ ഡാഷ് അറ്റ് എ ബാർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ടി ബാർ പ്ലസ് നോം ടി ബാർ സ്ക്വയർ ഇൻറ്റു ഇ ഓഫ് ടി ബാർ വെയർ നോം ടി ബാർ സ്ക്വയർ ഇൻറ്റു ഇ ഓഫ് ടി ബാർ ഇസ് ഈക്വൽ ടു 1 by 2 എഫ് ഡബിൾ ഡാഷ് അറ്റ് ഇസഡ് ബാർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ടി ബാർ മൈനസ് 1 by 2 എഫ് ഡബിൾ ഡാഷ് അറ്റ് എ ബാർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ടി ബാർ. ഈ ഒരു ഡിഫറൻസിന് നമ്മൾ നോം ടി ബാർ സ്ക്വയർ ഇൻറ്റു ഇ ഓഫ് ടി ബാറിന് ജസ്റ്റ് ഡിനോട്ട് ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇത് ഇങ്ങനെ വന്നു. അപ്പോൾ നമുക്ക് ഇത് കിട്ടിയ എഫ് ഓഫ് എ ബാർ പ്ലസ് ടി ബാർ മൈനസ് എഫ് ഓഫ് എ ബാർ ഇസ് ഈക്വൽ ടു 1 by 2 എഫ് ഡബിൾ ഡാഷ് അറ്റ് എ ബാർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ടി ബാർ പ്ലസ് നോം ടി ബാർ സ്ക്വയർ ഇൻറ്റു ഇ ഓഫ് ടി ബാർ നേട്ടി. അത് നമ്മൾ ഇക്വേഷൻ 1 ആയിട്ട് എടുത്തു. നോം ടി ബാർ സ്ക്വയർ ഇൻറ്റു ഇ ഓഫ് ടി ബാർ ഇസ് ഈക്വൽ ടു ഈ ഡിഫറൻസ് 1 by 2 എഫ് ഡബിൾ ഡാഷ് അറ്റ് ഇസഡ് ബാർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ടി ബാർ മൈനസ് 1 by 2 എഫ് ഡബിൾ ഡാഷ് അറ്റ് എ ബാർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ടി ബാർ. ഇനി നമ്മൾ ഈ നോം ടി ബാർ സ്ക്വയർ ഇൻറ്റു ഇ ഓഫ് ടി ബാർ കൺസിഡർ ചെയ്യുക. അപ്പോൾ എന്തൊരു നോം ടി ബാർ സ്ക്വയർ ഇൻറ്റു ഇ ഓഫ് ടി ബാർ നമുക്കറിയാം 1 by 2 എഫ് ഡബിൾ ഡാഷ് അറ്റ് ഇസഡ് ബാർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ടി ബാർ മൈനസ് 1 by 2 എഫ് ഡബിൾ ഡാഷ് അറ്റ് എ ബാർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ടി ബാർ. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 by 2 ഇൻറ്റു ഇനി സെക്കൻഡ് ഓർഡർ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ആണ്. അപ്പോൾ സെക്കൻഡ് ഓർഡർ ഡയറക്ഷണൽ ഡെറിവേറ്റീവിൻ്റെ ഡെഫിനിഷൻ അനുസരിച്ച് നമുക്ക് എഫ് ഡബിൾ ഡാഷ് അറ്റ് ഇസഡ് ബാർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ടി ബാറിനെ സമ്മേഷൻ ഓവർ ഐ സമ്മേഷൻ ഓവർ ജെ ഡി ഐ ജെ എഫ് ഓഫ് ഇസഡ് ബാർ ഇൻറ്റു ടി ഐ ടി ജെ എന്ന് എഴുതാം. മൈനസ് അതുപോലെ എഫ് ഡബിൾ ഡാഷ് അറ്റ് എ ബാർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ടി ബാറിനെ സമ്മേഷൻ ഓവർ ഐ സമ്മേഷൻ ഓവർ ജെ ഡി ഐ ജെ എഫ് ഓഫ് എ ബാർ ഇൻറ്റു ടി ഐ ടി ജെ എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ അതങ്ങനെ കൊടുത്തു. അപ്പോൾ 1 by 2 ഇൻറ്റു സമ്മേഷൻ ഓവർ ഐ സമ്മേഷൻ ഓവർ ജെ ഡി ഐ ജെ എഫ് ഓഫ് ഇസഡ് ബാർ ഇൻറ്റു ടി ഐ ടി ജെ മൈനസ് സമ്മേഷൻ ഓവർ ഐ സമ്മേഷൻ ഓവർ ജെ ഡി ഐ ജെ എഫ് ഓഫ് എ ബാർ ഇൻറ്റു ടി ഐ ടി ജെ സെക്കൻഡ് ഓർഡർ ഡയറക്ഷണൽ ഡെറിവേറ്റീവിൻ്റെ ഡെഫിനിഷൻ വെച്ചിട്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 by 2 ഇൻറ്റു സമ്മേഷൻ ഓവർ ഐ സമ്മേഷൻ ഓവർ ജെ ഡി ഐ ജെ എഫ് ഓഫ് ഇസഡ് ബാർ ഇൻറ്റു ഡി ഐ ജെ എഫ് ഓഫ് ഇസഡ് ബാർ മൈനസ് ഡി ഐ ജെ എഫ് ഓഫ് എ ബാർ ഇൻറ്റു ദ ഹോൾ ഇൻറ്റു ടി ഐ ടി ജെ. അതായത് നമ്മൾ ടി ഐ ടി ജെന് കോമൺ എടുത്തു ഇത്രയേ ഉള്ളൂ. സമ്മേഷൻ ഓവർ ഐ സമ്മേഷൻ ഓവർ ജെ ഈ രണ്ട് ടേംസിൽ നിന്നും കൂടെ സമ്മേഷൻ നമുക്ക് കോമൺ ആയിട്ട് എടുക്കാം. അതുപോലെ ടി ഐ ടി ജെയും കോമൺ ആയിട്ട് എടുത്തു. സമ്മേഷൻ ഓവർ ഐ സമ്മേഷൻ ഓവർ ജെ ഡി ഐ ജെ എഫ് ഓഫ് ഇസഡ് ബാർ മൈനസ് ഡി ഐ ജെ എഫ് ഓഫ് എ ബാർ ഇൻറ്റു ടി ഐ ടി ജെ എന്ന് തോന്നുന്നു. Therefore, nom t bar square into e of t bar is less than or equal to 1 by 2 into summation. അതായത് രണ്ടിടത്തും മോഡ് എടുത്തു. ഇത് പോസിറ്റീവ് ക്വാണ്ടിറ്റി ആണ്. അപ്പോൾ മോഡ് എടുക്കുമ്പോൾ ഡിഫറൻസ് ഒന്നുമില്ല. അപ്പോൾ നോം ടി ബാർ സ്ക്വയർ ഇൻറ്റു ഇ ഓഫ് ടി ബാർ ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇവിടെ മോഡ് എടുക്കുമ്പോൾ മോഡ് എടുത്തിട്ട് സമ്മേഷനുള്ളിലേക്ക് എടുത്തു. അതുകൊണ്ടാണ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വന്നത്. മോഡ് എടുത്തിട്ട് നമുക്കറിയാം സമ്മേഷനകത്തോട്ട് മോഡ് എടുക്കുമ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് എ പ്ലസ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് എ പ്ലസ് മോഡ് ബി. സമ്മേഷനകത്തോട്ട് മോഡ് എടുക്കുമ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആകും. അപ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 by 2 ഇൻറ്റു സമ്മേഷൻ ഓവർ ഐ സമ്മേഷൻ ഓവർ ജെ മോഡ് ഡി ഐ ജെ എഫ് ഓഫ് ഇസഡ് ബാർ മൈനസ് ഡി ഐ ജെ എഫ് ഓഫ് എ ബാർ ഇൻറ്റു നോം ടി ബാർ സ്ക്വയർ എന്ന് വരും. നോം ഇവിടെ ടി ഐ ടി ജെയുടെ സമ്മേഷൻ ടി ഐ ടി ജെയുടെ നോം എടുക്കുമ്പോൾ മോഡ് എടുക്കുമ്പോൾ നമുക്ക് ഇവിടെ നോം ടി ബാർ സ്ക്വയർ കിട്ടും. അപ്പോൾ ഇവിടെ നോം ടി ബാർ സ്ക്വയർ ഇൻറ്റു ഇ ഓഫ് ടി ബാർ രണ്ടിടത്തും മോഡ് എടുത്തപ്പോൾ 1 by 2 ഇൻറ്റു രണ്ടിടത്തും മോഡ് വേണ്ട നോമാണ് എടുക്കുന്നത്. ഇവിടെ നമ്മൾ വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻസ് ആണല്ലോ. അപ്പോൾ വെക്ടർ വാല്യൂഡ് ആയതുകൊണ്ട് വെക്ടർ വാല്യൂഡ് ഫംഗ്ഷനുള്ള റിയൽ വാല്യൂഡ് ഫംഗ്ഷനാണ്. പക്ഷേ ഇത് ഇവിടെ നമുക്ക് കിട്ടുന്ന ഇത് വെക്ടർ ഫോമിലിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നോം എടുക്കുക. നോം എടുക്കുമ്പോൾ എന്ത് വരും 1 by 2 ഇൻറ്റു സമ്മേഷൻ ഓവർ ഐ സമ്മേഷൻ ഓവർ ജെ ഇവിടെ ഡി ഐ ജെ എഫ് ഓഫ് ഇസഡ് ബാർ മൈനസ് ഡി ഐ ജെ എഫ് ഓഫ് എ ബാർ എന്നുള്ളത് കോൺസ്റ്റൻ്റ്. അപ്പോൾ അത് നമ്മൾ പുറത്തെടുത്തു. മോഡ് അതിന് നമുക്ക് മോഡ് ഡി ഐ ജെ എഫ് ഓഫ് ഇസഡ് ബാർ മൈനസ് ഡി ഐ ജെ എഫ് ഓഫ് എ ബാർ എന്ന് കൊടുക്കാം ഇൻറ്റു നോം ടി ബാർ സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ ഇത്രയും വന്നു. Therefore, e of t bar tends to 0 as t bar tends to 0 bar because the second order partial derivatives are continuous at z bar
tends to a bar as t bar tends continuous and z bar tends to a bar as t bar tends to 0 bar. അപ്പോൾ ഇവിടെ നമുക്ക് നോം ടി ബാർ സ്ക്വയറിൻ്റെ ഇ ഓഫ് ടി ബാർ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/2 സിഗ്മ ഐ സമ്മേഷൻ ഓവർ ഐ സമ്മേഷൻ ഓവർ ജെ മോഡ് ഡി ഐ ജെ എഫ് ഓഫ് ഇസഡ് ബാർ മൈനസ് ഡി ഐ ജെ എഫ് ഓഫ് എ ബാർ ഇൻറ്റു നോം ടി ബാർ സ്ക്വയർ എന്നാണ്. ഈ നോം ടി ബാർ സ്ക്വയർ നമുക്ക് രണ്ടിടത്തും കട്ട് ചെയ്യാമല്ലോ. അപ്പോൾ നമുക്ക് ഇ ഓഫ് ടി ബാർ എന്നുള്ള വാല്യൂ എന്ത് വരും? നമുക്കറിയാം ടി ബാർ ടെൻസ് ടു 0 ആകുമ്പോൾ ഇസഡ് ബാർ എന്ന് പറയുന്നത് നമ്മൾ എടുത്തേക്കുന്നത് എ ബാറിനെയും എ ബാർ പ്ലസ് ടി ബാറിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ലൈൻ സെഗ്മെൻറ്റിലെ പോയിൻ്റ്. ഇപ്പോൾ ടി ബാർ ടെൻസ് ടു 0 ആകുമ്പോൾ ഇസഡ് ബാർ എന്ന് പറയുന്നത് ടെൻസ് ടു എ ബാർ. പി വാല്യൂ എന്ന് പറയുന്നത് ടെൻസ് ടു 0 ആണ്. പി ഓഫ് ടി ബാർ ടെൻസ് ടു 0 ആണ്. ആസ് ടി ബാർ ടെൻസ് ടു 0 എന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം ഇസഡ് ബാർ എന്ന് പറയുന്നത് എ ബാറിനെയും എ ബാർ പ്ലസ് ടി ബാറിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ലൈൻ സെഗ്മെൻറ്റിലെ പോയിൻ്റാണ്. ടി ബാർ 0ലേക്ക് ടെൻഡ് ചെയ്യുമ്പോൾ എ ബാർ പ്ലസ് ടി ബാർ ടെൻസ് ടു എ ബാർ. അപ്പോൾ ഇസഡ് ബാർ ഓൾസോ ടെൻസ് ടു എ ബാർ. അതുകൊണ്ടാണ് ഇ ഓഫ് ടി ബാർ ടെൻസ് ടു 0 ആസ് ടി ബാർ ടെൻസ് ടു 0 ബാർ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇവിടെ നോം ടി ബാർ സ്ക്വയറിൻ്റെ ഇ ഓഫ് ടി ബാർ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/2 ഇൻറ്റു സമ്മേഷൻ ഓവർ ഐ സമ്മേഷൻ ഓവർ ജെ മോഡ് ഡി ഐ ജെ എഫ് ഓഫ് ഇസഡ് ബാർ മൈനസ് ഡി ഐ ജെ എഫ് ഓഫ് എ ബാർ ഇൻറ്റു നോം ടി ബാർ സ്ക്വയർ എന്ന് കിട്ടി. അപ്പോൾ ഇവിടെ നോം ടി ബാർ സ്ക്വയർ വന്നത് ഒന്നുമില്ല. ഇവിടെ നമുക്ക് ഓരോ ടേമിൻ്റെയും കൂടെ നമ്മൾ എന്താ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത്? ടി ഐ ഇൻറ്റു ടി ജെ ആണ്. ഇനി നോം ടി ബാർ സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? നോം ടി ബാർ സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ T1 സ്ക്വയർ പ്ലസ് T2 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് Tn സ്ക്വയർ. അപ്പോൾ ഈ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് എന്തായാലും ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇവിടെ നോം ടി ബാർ സ്ക്വയർ കൊടുക്കുന്നതിനോട് ഈക്വലാണ്. അപ്പോൾ അതുകൊണ്ട് 1/2 സമ്മേഷൻ ഓവർ ഐ സമ്മേഷൻ ഓവർ ജെ മോഡ് ഡി ഐ ജെ എഫ് ഓഫ് ഇസഡ് ബാർ മൈനസ് ഡി ഐ ജെ എഫ് ഓഫ് എ ബാർ ഇൻറ്റു നോം ടി ബാർ സ്ക്വയർ എന്ന് എടുത്താലും കുഴപ്പമില്ല. അതായത് എല്ലാ ടേമിൻ്റെയും കൂടെ നമ്മൾ നോം ടി ബാർ സ്ക്വയർ ആണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ആ നോം ടി ബാർ സ്ക്വയർ നമ്മൾ കോമൺ ഔട്ട്സൈഡ് എടുത്തതാണ്. അപ്പോൾ ഇവിടെ എല്ലാ ടേമിൻ്റെയും കൂടെ ടി ഐ ടി ജെ മാത്രമേ മൾട്ടിപ്ലൈ ചെയ്യുന്നുള്ളൂ. ഇവിടെ വരുമ്പോൾ എല്ലാ ടേമിൻ്റെയും കൂടെ നമ്മൾ നോം ടി ബാർ സ്ക്വയർ മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നോം ടി ബാർ സ്ക്വയർ ആണ് ഉറപ്പായിട്ടും ടി ഐ ടി ജെയേക്കാളും വലിയ വാല്യൂ. അതുകൊണ്ട് ഇത് ഇൻഇക്വാലിറ്റി ചേഞ്ച് ചെയ്യാതെ നിന്നോളും. അപ്പോൾ ഇവിടെ നമുക്ക് നോം ടി ബാർ സ്ക്വയറിൻ്റെ ഇ ഓഫ് ടി ബാർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/2 സമ്മേഷൻ ഓവർ ഐ സമ്മേഷൻ ഓവർ ജെ മോഡ് ഡി ഐ ജെ എഫ് ഓഫ് ഇസഡ് ബാർ മൈനസ് ഡി ഐ ജെ എഫ് ഓഫ് എ ബാർ ഇൻറ്റു നോം ടി ബാർ സ്ക്വയർ കിട്ടി. നോം ടി ബാർ സ്ക്വയർ നമുക്ക് കട്ട് ചെയ്യാൻ രണ്ട് സൈഡിലും പി ഓഫ് ടി ബാർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/2 സമ്മേഷൻ ഓവർ ഐ സമ്മേഷൻ ഓവർ ജെ മോഡ് ഡി ഐ ജെ എഫ് ഓഫ് ഇസഡ് ബാർ മൈനസ് ഡി ഐ ജെ എഫ് ഓഫ് എ ബാർ കിട്ടി. ഇനി ഇവിടെ ഇ ഓഫ് ടി ബാർ എന്ന് പറയുന്നത് ടെൻസ് ടു 0 ആണ്. ആസ് ടി ബാർ ടെൻസ് ടു 0. കാരണം എന്താ? ടി ബാർ ഇസഡ് ബാർ എന്ന് പറയുന്നത് എ ബാറിനെയും എ ബാർ പ്ലസ് ടി ബാറിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ലൈൻ സെഗ്മെൻറ്റിലെ പോയിൻ്റാണ്. ടി ബാർ ടെൻസ് ടു 0 ആകുമ്പം എ ബാർ പ്ലസ് ടി ബാർ ടെൻസ് ടു എ ബാർ. ഇങ്ങനെയാണെങ്കിൽ അതിനിടയ്ക്കുള്ള പോയിന്റ് ഇസഡ് ബാർ. ഉറപ്പായിട്ടും ഇസഡ് ബാറും ടെൻസ് ടു എ ബാർ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇസഡ് ബാർ ടെൻസ് ടു എ ബാർ ആകുമ്പോൾ ഡി ഐ ജെ എഫ് ഓഫ് ഇസഡ് ബാർ ടെൻസ് ടു ഡി ഐ ജെ എഫ് ഓഫ് എ ബാർ ആണ് ബൈ കണ്ടിന്യൂറ്റി ഓഫ് ഡി ഐ ജെ എഫ്. സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എല്ലാം എ ബാറിൽ കണ്ടിന്യൂസ് ആണ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കണ്ടിന്യൂറ്റി വെച്ചിട്ട് ഇസഡ് ബാർ ടെൻസ് ടു എ ബാർ ആകുമ്പോൾ ടി ബാർ ടെൻസ് ടു 0 ഇസഡ് ബാർ ടെൻസ് ടു എ ബാർ ആണ്. ഇസഡ് ബാർ ടെൻസ് ടു എ ബാർ ആകുമ്പോൾ ഡി ഐ ജെ എഫ് ഓഫ് ഇസഡ് ബാർ ടെൻസ് ടു ഡി ഐ ജെ എഫ് ഓഫ് എ ബാർ ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇത് ഈ ഡിഫറൻസ് ടെൻസ് ടു 0 എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇപ്പം ഇ ഓഫ് ടി ബാർ ടെൻസ് ടു 0 ആണ്. ആസ് ടി ബാർ ടെൻസ് ടു 0 എന്ന് നമുക്ക് പറയാൻ പറ്റും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇ ഓഫ് ടി ബാർ ടെൻസ് ടു 0 ആസ് ടി ബാർ ടെൻസ് ടു 0. അപ്പോൾ നോം ടി ബാർ സ്ക്വയർ ഇൻറ്റു ഈ നമ്മൾ ഇവിടെ നിന്ന് തുടങ്ങി. ഇവിടെ എഫ് ഓഫ് എ ബാർ പ്ലസ് ടി ബാർ മൈനസ് എഫ് ഓഫ് എ ബാർ ഇസ് ഈക്വൽ ടു നമുക്ക് എന്താ കിട്ടിയത്? 1/2 എഫ് ഡബിൾ ഡാഷ് എ ബാർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ടി ബാർ പ്ലസ് നോം ടി ബാർ സ്ക്വയർ ഇൻറ്റു ഇ ഓഫ് ടി ബാർ. ഇവിടെ നോം ടി ബാർ സ്ക്വയർ ഇൻറ്റു ഇ ഓഫ് ടി ബാർ ടെൻസ് ടു 0 ആണ്. ആസ് ടി ബാർ ടെൻസ് ടു 0. ഈ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു ക്വാണ്ടിറ്റിയാണ്. ആസ് ടി ബാർ ടെൻസ് ടു 0. അപ്പോൾ നമ്മുടെ എഫ് ഓഫ് എ ബാർ പ്ലസ് ടി ബാർ മൈനസ് എഫ് ഓഫ് എ ബാറിൻ്റെ ഓൾജിബ്രൈക് സൈൻ ഡിറ്റർമൈൻ ചെയ്യുന്നതെന്ന് പറയുന്നത് 1/2 എഫ് ഡബിൾ ഡാഷ് അറ്റ് എ ബാറിൻ്റെ ഡയറക്ഷൻ ഓഫ് ടി ബാറിൻ്റെ ഓൾജിബ്രൈക് സൈൻ വെച്ചിട്ടായിരിക്കും ഡിറ്റർമൈൻ ചെയ്യുന്നത്. അതായത് ഇതിൻ്റെ ഓൾജിബ്രൈക് സൈൻ എന്തായെങ്കിലും ഈ 1/2 എഫ് ഡബിൾ ഡാഷ് അറ്റ് എ ബാർ ടി ബാറിൻ്റെ ഓൾജിബ്രൈക് സൈൻ ആയിരിക്കും എഫ് ഓഫ് എ ബാർ പ്ലസ് ടി ബാർ മൈനസ് എഫ് ഓഫ് എ ബാറിൻ്റെ ഓൾജിബ്രൈക് സൈനിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓൾജിബ്രൈക് സൈൻ തന്നെയായിരിക്കും എഫ് ഓഫ് എ ബാർ പ്ലസ് ടി ബാർ മൈനസ് എഫ് ഓഫ് എ ബാറിൻ്റെ ഓൾജിബ്രൈക് സൈൻ എന്നാണ് നമ്മളിവിടെ പറയുന്നത്. This shows that the algebraic sign of f of a bar plus t bar minus f of a bar should be determined by that of f double dash at a bar in the direction of t bar. ഇനി നമുക്കറിയാം 1/2 f double dash at a bar in the direction of t bar എന്ന് പറയുന്നത് q of t bar. അപ്പോൾ q of t barൻ്റെ algebraic സൈനിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റും. Hence the sign of f of a bar plus t bar minus f of a bar is determined by that of q of t bar എന്ന് നമുക്ക് കിട്ടി. ഇനി നമ്മൾ q of t bar പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ ആവുന്ന കേസിൽ എന്തൊക്കെ സംഭവിക്കുന്നത് എന്നുള്ളത് നോക്കാൻ പോവുക. ഇപ്പോൾ ക്യൂ ഓഫ് ടി ബാറിൻ്റെ സൈനിനെയാണ് എഫ് ഓഫ് എ ബാർ പ്ലസ് ടി ബാർ മൈനസ് എഫ് ഓഫ് എ ബാറിൻ്റെ സൈൻ ഡിപ്പെൻഡ് ചെയ്യുന്നതെന്നുള്ളത് നമ്മളിപ്പോൾ കിട്ടി. നൗ ദ ഫംഗ്ഷൻ ക്യൂ ഈസ് കണ്ടിന്യൂസ് അറ്റ് ഈച്ച് പോയിൻറ്റ് ടി ബാർ ഇൻ ആർ ഇൻ. അപ്പോൾ നമുക്കറിയാം ക്യൂ എന്ന് പറയുന്നത് നമ്മളിങ്ങനെ എടുത്തേക്കുന്നത് 1/2 എഫ് ഡബിൾ ഡാഷ് അറ്റ് എ ബാർ ഇൻ ദ ഡയറക്ഷൻ ഓഫ്
ടി ബാർ എന്ന് എടുത്തേക്കുന്നത്. അതായത് ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ടി ബാർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ടി ബാർ ആണ്, ടി ബാറിൻ്റെ ഹാഫാണ് ക്യൂ ഓഫ് ടി ബാർ എന്ന് പറയുന്നത്. അപ്പം ഫംഗ്ഷൻ ക്യൂ ഈസ് കണ്ടിന്യൂസ് അറ്റ് ഈച്ച് പോയിൻ്റ് ടി ബാർ ഇൻ ആറിന് നമുക്ക് പറയാൻ പറ്റും. ഇവിടെ ക്യൂ ഓഫ് ടി ബാർ നമ്മൾ ഡിഫൈൻ ചെയ്തേക്കുന്നത് ഇങ്ങനെയായിരുന്നു, എഫ് ഓഫ് 1/2 എഫ് ഡബിൾ ഡാഷ് ടി ബാർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ടി ബാർ. ടി ബാറിലുള്ള ഫംഗ്ഷനായിട്ടാണ് ക്യൂ ഓഫ് ടി ബാർ ഡിഫൈൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും ക്ലിയർലി ടി ബാർ ടെൻസ് ടു സി ബാർ ആകുമ്പോൾ ക്യൂ ഓഫ് ടി ബാർ ടെൻസ് ടു ക്യൂ ഓഫ് സി ബാർ ആണ്. അപ്പം ആറിനിലെ ഏത് വെക്ടർ നമ്മൾ ടി ബാർ ചൂസ് ചെയ്താലും ക്യൂ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് അറ്റ് ഈച്ച് പോയിന്റ് ഇൻ ആറിന് നമുക്ക് പറയാൻ പറ്റും. കാരണം ക്യൂ നമ്മൾ ടി ബാറിലുള്ള ഫംഗ്ഷനായിട്ട് ഡിഫൈൻ ചെയ്തേക്കുന്നത്. ക്യൂ ഓഫ് ടി ബാർ ഈക്വൽ ടു ആ ഡയറക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് കണ്ടിന്യൂറ്റി നമുക്ക് പറയാൻ പറ്റും. ടി ബാർ ടെൻസ് ടു 0 സി ബാർ ആകുമ്പോൾ ആ ഡയറക്ഷൻ മറ്റേ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ടി ബാർ ടെൻസ് ടു ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ആയിട്ട് സി ബാർ. അപ്പോൾ അത് ഉറപ്പായിട്ടും ക്യൂ എന്ന് പറയുന്ന ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിട്ട് ഈച്ച് പോയിന്റ് ടി ബാർ ഇൻ ആറിനാണ്. ഇനി എസ് ആയിട്ട് നമ്മൾ സെറ്റ് ഓഫ് ടി ബാർ സച്ച് ദാറ്റ് നോം ടി ബാർ ഈക്വൽ ടു 1 എന്ന് എടുത്തു. അപ്പോൾ ക്യാപിറ്റൽ എസ് ആയിട്ട് നോം ടി ബാർ 1 വരുന്ന ടി ബാറിൻ്റെ കളക്ഷൻ എടുത്തു. ഡിനോട്ട് ദ ബൗണ്ടറി ഓഫ് ദി എൻ ബോൾ. ഇതെന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്, 0 ബാർ സെൻറ്റേഡ് ആയിട്ട് 1 റേഡിയസ് വരുന്ന ആ ഓപ്പൺ ബോളിൻ്റെ ബൗണ്ടറിയാണ് ശരിക്കും എന്ത്, സെറ്റ് ഓഫ് ടി ബാർ സെറ്റ് നോം ടി ബാർ ഈക്വൽ ടു 1 എന്ന് പറയുന്നത്. അതായത് 0 ബാർ സെൻറ്റേഡ് ആയിട്ട് 1 റേഡിയസ് യൂണിറ്റ് ഓപ്പൺ ബോളിൻ്റെ ബൗണ്ടറി ആണ് എസ് ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ടി ബാർ സെറ്റ് ദാറ്റ് നോം ടി ബാർ ഈക്വൽ ടു 1 എന്നുള്ളത്. ഡിനോട്ട് ദി ബൗണ്ടറി ഓഫ് ദി എൻ ബോൾ ബി ഓഫ് 0 ബാർ 1 ഇഫ് ക്യൂ ഓഫ് ടി ബാർ ഗ്രേറ്റർ ദാൻ 0 ഫോർ ഓൾ ടി ബാർ നോട്ട് ഈക്വൽ ടു 0 ബാർ ദെൻ ഇവിടെ ക്യൂ ഓഫ് ടി ബാർ പോസിറ്റീവ് ആണെന്ന് വെച്ചോ. ടി ബാർ നോട്ട് ഈക്വൽ ടു 0 ബാർ ആവുന്ന കേസിൽ ക്യൂ ഓഫ് ടി ബാർ പോസിറ്റീവ് ആണെങ്കിൽ ഉറപ്പായിട്ടും ക്യൂ ഓഫ് ടി ബാർ ഇസ് പോസിറ്റീവ് ഓൺ എസ് അല്ലേ. കാരണം ടി ബാർ നോട്ട് ഈക്വൽ ടു 0 ആകുന്ന ഏത് ടി ബാർ എടുത്താലും ക്യൂ ഓഫ് ടി ബാർ പോസിറ്റീവ് ആണ്. ഇവിടെ നമുക്ക് നോം ടി ബാർ 1 വരുന്നു. അപ്പോൾ ടി ബാർ നോട്ട് ഈക്വൽ നോം ടി ബാർ 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ടി ബാർ നോട്ട് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ ക്യൂ ഓഫ് ടി ബാർ എന്ന് പറയുന്നത് ഉറപ്പായിട്ടും ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ പോസിറ്റീവ് ഓൺ എസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. നമ്മുടെ എസ് എന്ന് പറയുന്നത് ശരിക്കും എന്താ, ബൗണ്ടറിയാണ്. ബൗണ്ടറി എന്ന് പറയുന്നത് കോമ്പാക്ട് സെറ്റാണ്. അപ്പോൾ സിൻസ് എസ് ഇസ് കോമ്പാക്ട് ക്യൂ ഹാസ് എ മിനിമം ഓൺ എസ് സെയിം ഗ്രേറ്റർ ദാൻ 0. എസ് ബൗണ്ടറി ആയതുകൊണ്ട് ബൗണ്ടറി കോമ്പാക്റ്റ് ആണെന്ന് നമുക്കറിയാം. എസ് ബൗണ്ടറി ആയതുകൊണ്ട് ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ആണ്, കോമ്പാക്റ്റ് ആണ്. അപ്പം ക്യൂ ഹാസ് എ മിനിമം ആണ്. നമുക്കറിയാം ഈ ഒരു കണ്ടിന്യൂസ് ക്യൂ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്. കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഡിഫൈൻഡ് ഓൺ ദി കോമ്പാക്ട് സെറ്റ്. എസ് എന്ന് നമുക്ക് ഈ ക്യൂവിനെ എസ്സിലേക്ക് റെസ്ട്രിക്റ്റ് ചെയ്യുവാണെങ്കിൽ എസ് എന്ന് പറയുന്നത് കോമ്പാക്ട് സെറ്റ് ആണ്, ക്യൂ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. അപ്പോൾ ക്യൂ റെസ്ട്രിക്റ്റഡ് ടു എസ് എന്ന് പറയുന്നത് എന്താണ്, കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഡിഫൈൻഡ് ഓൺ എ കോമ്പാക്ട് സെറ്റ് ആണ്. അപ്പോൾ നമുക്കറിയാം കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഡിഫൈൻഡ് ഓൺ എ കോമ്പാക്ട് സെറ്റ് അറ്റൈൻസ് ഇറ്റ്സ് എക്സ്ട്രീമ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ക്യൂവിന് എസ്സിൽ ഒരു മിനിമം ഒരു മാക്സിമം ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ക്യൂവിന് എസ്സിൽ ഒരു മിനിമം ഉണ്ട്. ആ മിനിമം വാല്യൂവിനെ നമ്മൾ സ്മോൾ എം ആയിട്ടെടുത്തു. അപ്പോൾ ആ എം എന്ന് പറയുന്നത് ഉറപ്പായിട്ടും എന്താണ്, ഗ്രേറ്റർ ദാൻ 0 ആണ്. അപ്പോൾ എസ്സിൻ്റെ മിനിമം വാല്യൂ ആണ് നമ്മൾ എം ആയിട്ടെടുത്തത്. സേ എം ഗ്രേറ്റർ ദാൻ 0. എസ്സിൽ ക്യൂ ഓഫ് ടി ബാർ പോസിറ്റീവ് ആയതുകൊണ്ട് മിനിമം വാല്യൂ എടുത്താലും എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. അതുകൊണ്ട് എം എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്. അപ്പോൾ ക്യൂ ഓഫ് ടി ബാർ ഗ്രേറ്റർ ദാൻ 0 ഓൺ എസ് ആണ്. ക്യൂ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. എസ് കോമ്പാക്ട് സെറ്റ് ആണ്. എവറി കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഡിഫൈൻഡ് ഓൺ എ കോമ്പാക്ട് സെറ്റ് അറ്റൈൻസ് ഇറ്റ്സ് എക്സ്ട്രീമ നമുക്ക് തിയറം ഉണ്ട്. അപ്പോൾ അതനുസരിച്ച് ക്യൂവിന് എസ്സിൽ ഒരു മിനിമം ഉണ്ട്. ആ മിനിമത്തിനെ നമ്മൾ എം ആയിട്ടെടുത്തു. അപ്പോൾ ക്യൂ ഓഫ് ടി ബാർ ഗ്രേറ്റർ ദാൻ 0 ഫോർ ഓൺ എസ് ആയതുകൊണ്ട് എം എന്ന് പറയുന്നതും പോസിറ്റീവ് ആയിരിക്കും. ഇനി നമ്മൾ ക്യൂ ഓഫ് സി ടി നോക്കുക. ക്യൂ ഓഫ് സി ടി ബാർ, ഇവിടെ ബാർ ഉണ്ട്. ക്യൂ ഓഫ് സി ടി ബാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് വരും, ക്യൂ ഓഫ് സി ടി ബാർ ക്യൂ ഓഫ് ടി ബാർ, അതായത് നമ്മൾ ക്യൂ ഓഫ് സി ടി ബാർ നമ്മൾ എടുക്കുന്നത് ഇവിടെ നമുക്ക് കിട്ടിയത് ക്യൂ ഓഫ് സി ടി ബാറിനെ നമുക്ക് സി സ്ക്വയർ ഇൻറ്റു ക്യൂ ഓഫ് ടി ബാർ എന്ന് എഴുതാം. അത് വരുന്നത് നമ്മുടെ ഡെഫിനിഷൻ ഡയറക്ഷണൽ ഡെറിവേറ്റീവിൻ്റെ ഡെഫിനിഷൻ ചെയ്യുന്നതാണ്. നമ്മൾ ഇവിടെ ക്യൂ ഓഫ് ടി ബാർ ഡിഫൈൻ ചെയ്തേക്കുന്നത് എങ്ങനെയാണ്, 1/2 സമ്മേഷൻ ഓവർ ഐ ഈക്വൽ ടു 1 to 1 സമ്മേഷൻ ഓവർ ജെ ഈക്വൽ ടു 1 to 1 DIG എഫ് ഓഫ് എ ബാർ ഇൻറ്റു TI TJ. ഇങ്ങനെയാണെങ്കിൽ ക്യൂ ഓഫ് സി ടി ബാർ, സി ഇസ് എൻ കോൺസ്റ്റൻറ്റ്. ഇപ്പോൾ ക്യൂ ഓഫ് സി ഇൻറ്റു ടി ബാർ, സി കോൺസ്റ്റൻ്റ് ആണ്. ഇപ്പോൾ ക്യൂ ഓഫ് സി ടി ബാർ എന്ന് പറഞ്ഞാൽ എന്ത് വരും, 1/2 സിഗ്മ ഐ ഈക്വൽ ടു 1 to 1 സിഗ്മ ജെ ഈക്വൽ ടു 1 to 1 DIG എഫ് ഓഫ് എ ബാർ ഇൻറ്റു CTI ഇൻറ്റു CTJ വരും. ഇവിടെ ടിയുടെ കൂടെ രണ്ടെടുത്ത് ടിയുടെയും TJയുടെയും കൂടെ സി വരും. അപ്പോൾ CTI ഇൻറ്റു CTJ വരും. ദാറ്റ് ഈസ് സി സ്ക്വയർ ഇൻറ്റു TI TJ. ഇനി സി കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് സീനെ നമുക്ക് സമ്മേഷൻ ഔട്ട്സൈഡ് എടുക്കാം. അപ്പോൾ സി സ്ക്വയർ ഇൻറ്റു 1/2 സമ്മേഷൻ ഓവർ ഐ ഈക്വൽ ടു 1 to 1 സമ്മേഷൻ ഓവർ ജെ ഈക്വൽ ടു 1 to 1 DIG എഫ് ഓഫ് എ ബാർ ഇൻറ്റു TI TJ എന്ന് വരും. അതായത് സി സ്ക്വയർ ഇൻറ്റു ക്യൂ ഓഫ് ടി ബാർ എന്ന് കിട്ടും. ക്യൂ ഓഫ് സി ടി ബാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സി ടി ബാർ എന്ന് പറയുമ്പം ആ വെക്ടർ ഏതാ വരുന്നത്, CT1 CT2 എക്സെട്ര ടി ബാർ T1 T2 എക്സെട്ര TN ആണെങ്കിൽ സി ടി ബാർ എന്ത് വരും, CT1 CT2 എക്സെട്ര CTN വരും. അപ്പോൾ TI എന്ന് പറയുമ്പോൾ TIക്ക് വരും CTI വരും, TJക്ക് വരും CTJ വരും. അപ്പോൾ TI ഇൻറ്റു TJ വരുമ്പോൾ സി സ്ക്വയർ ഇൻറ്റു TI TJ വരും. സി കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് നമുക്ക് ഔട്ട്സൈഡ് എടുക്കാം. അപ്പോൾ സി സ്ക്വയർ ക്യൂ ഓഫ് സി ടി ബാർ ഇസ് ഈക്വൽ ടു സി സ്ക്വയർ ഇൻറ്റു ക്യൂ ഓഫ് ടി ബാർ എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അത് വെച്ചിട്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് ക്യൂ ഓഫ് സി ടി ബാർ ഇസ് ഈക്വൽ ടു സി സ്ക്വയർ ഇൻറ്റു ക്യൂ ഓഫ് ടി ബാർ ആണ് ഫോർ എവറി റിയൽ സി. ഇനി സി ആയിട്ട് നമ്മൾ 1/nom ടി ബാർ എടുത്താലും
ഈ കണ്ടീഷൻ ഉറപ്പായിട്ടും ഹോൾഡ് ചെയ്യും. വേർ ടി ബാർ നോട്ട് ഈക്വൽ ടു 0 ബാർ. ഇപ്പോൾ ടി ബാർ നോട്ട് ഈക്വൽ ടു 0 ബാർ എടുത്തു, എന്നിട്ട് സി ആയിട്ട് 1/norm t ബാർ എടുത്തു. അപ്പോൾ സി ടി ബാർ എവിടെ കിടക്കും? എസ്സിൽ കിടക്കും. ഉറപ്പാണ്. സി ടി ബാർ എന്ന് പറഞ്ഞാൽ എന്ത് വരും? സി ഇൻറ്റു ടി ബാർ. അപ്പോൾ 1/norm t ബാർ ഇൻറ്റു ടി ബാർ വരും. അതിൻ്റെ നോം എടുക്കുമ്പോൾ എന്ത് വരും? സി ടി ബാറിൻ്റെ നോം എന്ന് പറയുമ്പോൾ 1/norm t ബാർ ഇൻറ്റു നോം ടി ബാർ വരും. നോം ടി ബാർ കട്ട് ചെയ്തിട്ട് 1 വരും. അപ്പോൾ സി ടി ബാറിൻ്റെ നോം 1 ആണ്. സി ടി ബാറിൻ്റെ നോം 1 ആണെങ്കിൽ സി ടി ബാർ ഇവിടെ വരും, എസ്സിൽ വരും. നോം 1 ആയിട്ടുള്ള എല്ലാ വെക്ടേഴ്സും ഇവിടെ ഉണ്ട്, എസ്സിലുണ്ട്. അപ്പോൾ സി ടി ബാർ സി ആയിട്ട് നമ്മൾ 1/norm t ബാർ എടുത്തു. അപ്പോൾ സി ടി ബാർ എന്ന് പറയുന്ന വെക്ടർ ഉറപ്പായിട്ടും നോം 1 ആയിട്ടുള്ള വെക്ടറാണ്, അത് എസ്സിൽ വരും. അപ്പം സി ടി ബാർ എന്ന് പറയുന്ന വെക്ടർ സി ആയിട്ട് 1/norm t ബാർ എടുത്താൽ സി ടി ബാർ എന്ന് പറയുന്നത് എസ്സിലുണ്ട്. ആൻഡ് ഹെൻസ് സി സ്ക്വയർ ഇൻറ്റു ക്യൂ ഓഫ് ടി ബാർ ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എം. കാരണം എം എന്ന് പറയുന്നത് എസ്സിലെ മിനിമം വാല്യൂ, ക്യൂവിൻ്റെ മിനിമം വാല്യൂ ആണ്. അപ്പോൾ സി സ്ക്വയർ ഇൻറ്റു ക്യൂ ഓഫ് ടി ബാർ എന്ന് പറയുന്നത് ഉറപ്പായിട്ടും ക്യൂ ഓഫ് സി ടി ബാർ ഉറപ്പായിട്ടും എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ ഓർ എമ്മിനേക്കാളും വലുതോ ഈക്വലോ. എം എന്ന് പറയുന്നത് എസ്സിൽ ക്യൂവിൻ്റെ മിനിമം വാല്യൂ ആണ് നമ്മൾ എം എന്ന് പറയുന്നത്. ഉറപ്പായിട്ടും ക്യൂ ഓഫ് സി ടി ബാർ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എം ആണ്. ദാറ്റ് ഈസ് സി സ്ക്വയർ ഇൻറ്റു ക്യൂ ഓഫ് ടി ബാർ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എം ആണ്. ഓർത്തോണം, എം മിനിമം ആയതുകൊണ്ടാണ്. എസ്സിൽ ക്യൂവിൻ്റെ മിനിമം വാല്യൂ ആണ് എം. അപ്പോൾ ബാക്കി ഏത് എസ്സിൽ എലിമെൻറ്റ് എടുത്താലും അതിൻ്റെ ഇമേജ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എം ആയിരിക്കും. അപ്പോൾ ക്യൂ ഓഫ് സി ടി ബാർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എം ആണ്. അപ്പോൾ സി സ്ക്വയർ ഇൻറ്റു ക്യൂ ഓഫ് ടി ബാർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എം ആണ്. അപ്പോൾ ക്യൂ ഓഫ് ടി ബാർ നമുക്ക് ഇങ്ങനെ എഴുതാം, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എം ബൈ സി സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ ക്യൂ ഓഫ് ടി ബാർ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എം ബൈ സി സ്ക്വയർ എന്ന് തോന്നുന്നു. പിന്നെ നമുക്കറിയാം സി എന്ന് പറയുന്നത് 1/norm t ബാർ. അപ്പോൾ സി സ്ക്വയർ 1/norm t ബാർ സ്ക്വയർ ആണ്. അപ്പോൾ ഇത് എം ബൈ 1/norm t ബാർ സ്ക്വയർ വരും. ദാറ്റ് ഈസ് എം ഇൻറ്റു നോം ടി ബാർ സ്ക്വയർ. അപ്പോൾ എം ബൈ സി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എം ഇൻറ്റു നോം ടി ബാർ സ്ക്വയർ. അപ്പോൾ ക്യൂ ഓഫ് ടി ബാർ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എം ഇൻറ്റു നോം ടി ബാർ സ്ക്വയർ നമുക്ക് കിട്ടി. അപ്പോൾ ക്യൂ ഓഫ് ടി ബാർ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എം ഇൻറ്റു നോം ടി ബാർ സ്ക്വയർ. അപ്പോൾ ദസ് ഫ്രം ഇക്വേഷൻ 1 we get f of a bar plus t bar minus f of a bar is equal to ഇക്വേഷൻ 1 എന്താ? f of a bar plus t bar minus f of a bar is equal to 1/2 f double dash at a bar in the direction of t bar plus norm t bar square into e of t bar. അപ്പോൾ അതിനകത്തുനിന്ന് ഇനി 1/2 f of a bar plus t bar എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? a bar in the direction of 1/2 f double dash at a bar in the direction of t bar എന്ന് പകരം നമുക്ക് q of t bar എടുക്കാം. അപ്പോൾ ഇക്വേഷൻ 1-നകത്തുനിന്ന് f of a bar plus t bar minus f of a bar is equal to നമുക്ക് 1/2 f double dash at a bar in the direction of t bar എന്ന് പകരം q of t bar കൊടുത്തു, പ്ലസ് നോം ടി ബാർ സ്ക്വയർ ഇൻറ്റു ഇ ഓഫ് ടി ബാർ എന്ന് കിട്ടി. ഇനി ക്യൂ ഓഫ് ടി ബാർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എം ബൈ സി സ്ക്വയർ നമുക്ക് ഇവിടെ കിട്ടി. എം ഇൻറ്റു നോം ടി ബാർ സ്ക്വയർ നമുക്ക് ഇവിടെ കിട്ടി. ആ വാല്യൂ നമ്മൾ ഇവിടെ കൊടുത്തു. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ക്യൂ ഓഫ് ടി ബാറിന് പകരം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എം ഇൻറ്റു നോം ടി ബാർ സ്ക്വയർ പ്ലസ് നോം ടി ബാർ സ്ക്വയർ ഇൻറ്റു ഇ ഓഫ് ടി ബാർ വന്നു. ഇവിടെ ഇ ഓഫ് ടി ബാർ എന്ന് പറയുന്നത് ടെൻസ് ടു 0 ആണ്, ആസ് ടി ബാർ ടെൻസ് ടു 0. ഇ ഓഫ് ടി ബാർ ടെൻസ് ടു 0 ആണ്, ആസ് ടി ബാർ ടെൻസ് ടു 0. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ദർ ഇസ് എ പോസിറ്റീവ് നമ്പർ ഇ ഓഫ് ടി കൺവെർജൻസിൻ്റെ ഡെഫിനിഷൻ അനുസരിച്ച് ഇ ഓഫ് ടി ബാർ ടെൻസ് ടു 0 ആണ്, ആസ് ടി ബാർ ടെൻസ് ടു 0. അപ്പം ദർ ഇസ് എ പോസിറ്റീവ് നമ്പർ ആർ സച്ച് ദാറ്റ് മോഡ് ഇ ഓഫ് ടി ബാർ ലെസ് ദാൻ 1/2 റേസ് ടു എം 1/2 റേസ് ടു അല്ല 1/2 ഇൻറ്റു എം വെൻ എവർ 0 ലെസ് ദാൻ നോം ടി ബാർ ലെസ് ദാൻ ആർ എന്ന് നമുക്ക് പറയാൻ പറ്റും. കൺവെർജൻസിൻ്റെ ഡെഫിനിഷനാണ്. അപ്പോൾ ടി ബാർ ടെൻസ് ടു 0 ബാർ ആകുമ്പോൾ ഇ ഓഫ് ടി ബാർ ടെൻസ് ടു 0 ബാർ ആണ്. അപ്പോൾ നമുക്കത് പറയാൻ പറ്റും ദർ ഇസ് എ പോസിറ്റീവ് നമ്പർ ആർ സച്ച് ദാറ്റ് 0ക്കും 6നും ഇടയ്ക്ക് നോം ടി ബാർ വരുമ്പോൾ മോഡ് ഇ ഓഫ് ടി ബാർ എന്ന് പറയുന്നത് ലെസ് ദാൻ 1/2 എം എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇവിടെ എം നമ്മുടെ മിനിമം വാല്യൂ, ക്യൂവിൻ്റെ മിനിമം വാല്യൂ കൺവെർജൻസിൻ്റെ ഡെഫിനിഷൻ അനുസരിച്ച് മോഡ് ഇ ഓഫ് ടി ബാർ -0 ആയ. അപ്പോൾ ഇവിടെ 0 ആയതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ മോഡ് ഇ ഓഫ് ടി ബാർ ലെസ് ദാൻ 1/2 ഇൻറ്റു എം എന്നെവർ 0 ലെസ് ദാൻ നോം ടി ബാർ ലെസ് ദാൻ 6 എന്ന് പറഞ്ഞാൽ നമുക്കൊരു 6 കണ്ടുപിടിക്കാൻ പറ്റും. ഫോർ സച്ച് ടി ബാർ വി ഹാവ്, ഇങ്ങനെയുള്ള ടി ബാറിന് നമുക്ക് എന്ത് പറയാം? അതായത് 0 ലെസ് ദാൻ നോം ടി ബാർ ലെസ് ദാൻ 6 ആയിട്ട് വരുന്ന ടി ബാർ എടുക്കുകയാണെങ്കിൽ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം ടി ബാർ സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം ടി ബാർ സ്ക്വയറിൻ്റെ ഇ ഓഫ് ടി ബാർ ലെസ് ദാൻ ഈ വാല്യൂ കൊടുക്കാം 1/2 എം ഇൻറ്റു നോം ടി ബാർ സ്ക്വയർ നമുക്ക് പറയാൻ പറ്റും. അതായത് 0 ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ടി ബാർ നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം ടി ബാർ സ്ക്വയറിൻ്റെ ഇ ഓഫ് ടി ബാർ. ഇവിടെ നമ്മൾ നോം ടി ബാർ സ്ക്വയർ രണ്ടിടത്ത് മൾട്ടിപ്ലൈ ചെയ്തതേ ഉള്ളൂ. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം ടി ബാർ സ്ക്വയറിൻ്റെ ഇ ഓഫ് ടി ബാർ ലെസ് ദാൻ 1/2 എം ഇൻറ്റു നോം ടി ബാർ സ്ക്വയർ എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പം എഫ് ഓഫ് എ ബാർ പ്ലസ് ടി ബാർ മൈനസ് എഫ് ഓഫ് എ ബാർ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഈ എം ഓഫ് എം ഇൻറ്റു നോം ടി ബാർ സ്ക്വയർ മൈനസ് ഈ നോം ടി ബാർ സ്ക്വയർ ഇൻറ്റു ഇ ഓഫ് ടി ബാറിന് പകരം ഇത് കൊടുത്തു. അപ്പം ഗ്രേറ്റർ ദാൻ എം ഇൻറ്റു നോം ടി ബാർ സ്ക്വയർ. ഇവിടെ നമുക്ക് എന്താ വന്നേക്കുന്നത്? നോം ടി ബാർ സ്ക്വയർ ഇൻറ്റു ഇ ഓഫ് ടി ബാർ ഇസ് ലെസ് ദാൻ 1/2 എം ഇൻറ്റു നോം ടി ബാർ സ്ക്വയർ എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ നോം ടി ബാർ സ്ക്വയർ ഇൻറ്റു ഇ ഓഫ് ടി ബാർ ഇസ് ലെസ് ദാൻ 1/2 എം ഇൻറ്റു നോം ടി ബാർ സ്ക്വയർ. അപ്പോൾ മൈനസ് രണ്ടിടത്ത് എടുക്കുകയാണെങ്കിൽ എന്ത് വരും? നോം ടി ബാർ ഇവിടെ നമുക്കുള്ളത് ക്യൂ ഓഫ് ടി ബാർ പ്ലസ് നോം ടി ബാർ സ്ക്വയറിൻ്റെ ഇ ഓഫ് ടി ബാർ. ഇവിടെ നമുക്ക് വന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ എം ഇൻറ്റു നോം ഓഫ് ടി ബാർ സ്ക്വയർ പ്ലസ് നോം ടി ബാർ സ്ക്വയർ ഇൻറ്റു
ഇ ഓഫ് ടി ബാർ എന്ന് കിട്ടി. ഇവിടെ നമുക്ക് വന്നത് നോം ടി ബാർ സ്ക്വയർ ഇൻറ്റു ഇ ഓഫ് ടി ബാർ ഇസ് ലെസ് ദാൻ 1/2m ഇൻറ്റു നോം ടി ബാർ സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ നെഗറ്റീവ് എടുക്കുകയാണെങ്കിൽ 1/2m ഇൻറ്റു നോം ടി ബാർ സ്ക്വയറും നോം ടി ബാർ സ്ക്വയറിൻ്റെ ഇ ഓഫ് ടി ബാറും പോസിറ്റീവ് ആയിട്ടുള്ള വാല്യൂസാണ്. ഇതിൻ്റെ നെഗറ്റീവ് എടുത്ത് ഉറപ്പായിട്ടും അതിനേക്കാളും വലുതായിരിക്കും നോം ടി ബാർ സ്ക്വയർ ഇൻറ്റു ഇ ഓഫ് ടി ബാർ. 1/2m ഇൻറ്റു നോം ടി ബാർ സ്ക്വയറിൻ്റെ നെഗറ്റീവ് വാല്യൂ എടുത്ത് കഴിഞ്ഞാൽ അതിനേക്കാളും ഉറപ്പായിട്ടും വലുതാണ് നോം ടി ബാർ സ്ക്വയർ ഇൻറ്റു ഇ ഓഫ് ടി ബാർ എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അതിന് ഈ ഒരു നോം ടി ബാർ സ്ക്വയറിൻ്റെ ഇ ഓഫ് ടി ബാറിന് വരെ നമ്മളപ്പോൾ എന്ത് ചെയ്തു, -1/2m ഇൻറ്റു നോം ടി ബാർ സ്ക്വയർ വെച്ച് റീപ്ലേസ് ചെയ്തു. അപ്പോൾ ഇത് ചെറിയ വാല്യൂ. അപ്പോൾ ചെറിയ വാല്യൂ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ റൈറ്റ് സൈഡ് ആയിരിക്കും വലുത്. അതായത് നോം ടി ബാർ സ്ക്വയറിൻ്റെ ഇ ഓഫ് ടി ബാറിനേക്കാളും ഉറപ്പായിട്ടും നോം ടി ബാർ സ്ക്വയറിൻ്റെ ഇ ഓഫ് ടി ബാർ ആയിരിക്കും വലുത് 1/2m ഇൻറ്റു നോം ടി ബാർ സ്ക്വയറിനേക്കാളും. അപ്പോൾ അതായത് ഇവിടെ 1/2m ഇൻറ്റു നോം ടി ബാർ സ്ക്വയർ ആണ് നോം ടി ബാർ സ്ക്വയറിൻ്റെ ഇ ഓഫ് ടി ബാറിനേക്കാളും വലിയ വാല്യൂ. അപ്പോൾ അതിൻ്റെ നെഗറ്റീവ് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ആയിരിക്കും ചെറുതാവുന്നത്. അതായത് നോം ടി ബാർ സ്ക്വയറിൻ്റെ ഇ ഓഫ് ടി ബാർ വരുന്നതിനേക്കാളും ഇതിൻ്റെ നെഗറ്റീവ് നമ്മൾ സബ്ട്രാക്ട് ചെയ്യുന്നതായിരിക്കും കുഞ്ഞു വാല്യൂ. അപ്പോൾ അതുകൊണ്ട് എഫ് ഓഫ് എ ബാർ പ്ലസ് ടി ബാർ മൈനസ് എഫ് ഓഫ് എ ബാർ ഇസ് ഗ്രേറ്റർ ദാൻ m ഇൻറ്റു നോം ടി ബാർ സ്ക്വയർ മൈനസ് 1/2m ഇൻറ്റു നോം ടി ബാർ സ്ക്വയർ നമുക്ക് പറയാൻ പറ്റും. അതായത് ഇത് ആഡ് ചെയ്യുന്നതിനേക്കാളും ചെറുതായി പോകും ഇതിൻ്റെ നെഗറ്റീവ് നമ്മൾ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് എഫ് ഓഫ് എ ബാർ പ്ലസ് ടി ബാർ മൈനസ് എഫ് ഓഫ് എ ബാർ ഇസ് ഗ്രേറ്റർ ദാൻ m ഇൻറ്റു നോം ടി ബാർ സ്ക്വയർ മൈനസ് 1/2m ഇൻറ്റു നോം ടി ബാർ സ്ക്വയർ നമുക്ക് പറയാം. ഇപ്പോൾ ഇതിനൊരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇപ്പോൾ നമ്മൾ 2ഉം 3യും എടുത്തു. 2 ലെസ് ദാൻ 3 ആണെന്ന് നമുക്കറിയാം. നമ്മൾ 5 എന്ന് പറയുന്ന നമ്പർ എടുത്തു. 2 ലെസ് ദാൻ 3 ആണ്. അപ്പോൾ 5ൻ്റെ കൂടെ 2 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 7 കിട്ടും. 5-നകത്തുനിന്ന് 3 2 ലെസ് ദാൻ 3 കുറയ്ക്കുവാണെങ്കിൽ നമുക്ക് എന്താ കിട്ടുന്നത്, 5ൻ്റെ കൂടെ 2 ആഡ് ചെയ്താൽ 7 കിട്ടും. 5-നകത്തുനിന്ന് 3 കുറച്ചാൽ നമുക്ക് കിട്ടാൻ പോണത് 2. അപ്പോൾ ആ 3 കുറയ്ക്കുന്ന വാല്യൂ ആണ് നമുക്ക് ശരിക്കും ചെറുതായിട്ട് കിട്ടുന്നത്. അത് ട്രിവിയൽ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് എഫ് ഓഫ് എ ബാർ പ്ലസ് ടി ബാർ മൈനസ് എഫ് ഓഫ് എ ബാർ ഗ്രേറ്റർ ദാൻ m ഇൻറ്റു നോം ടി ബാർ സ്ക്വയർ മൈനസ് 1/2m ഇൻറ്റു നോം ടി ബാർ സ്ക്വയർ എന്ന് പറയാം. ഇവിടെ നമ്മളിത് മൈനസ് ചെയ്യുമ്പോൾ എന്ത് വരും, 1/2m ഇൻറ്റു നോം ടി ബാർ സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ എഫ് ഓഫ് എ ബാർ പ്ലസ് ടി ബാർ മൈനസ് എഫ് ഓഫ് എ ബാർ ഇസ് ഗ്രേറ്റർ ദാൻ 1/2m ഇൻറ്റു നോം ടി ബാർ സ്ക്വയർ എന്ന് കിട്ടി. ഇത് പോസിറ്റീവ് ക്വാണ്ടിറ്റിയാണ്, കാരണം m പോസിറ്റീവാണ്, നോം ടി ബാർ സ്ക്വയർ പോസിറ്റീവാണ്. അപ്പോൾ 1/2m ഇൻറ്റു നോം ടി ബാർ സ്ക്വയർ എടുത്താലും പോസിറ്റീവാണ്. അപ്പോൾ എഫ് ഓഫ് എ ബാർ പ്ലസ് ടി ബാർ മൈനസ് എഫ് ഓഫ് എ ബാർ ഇസ് പോസിറ്റീവ് എന്ന് നമുക്ക് കിട്ടി. Therefore f has a relative minimum at a bar. അതായത് എന്താ വന്നത്, എഫ് ഓഫ് എ ബാർ പ്ലസ് ടി ബാർ മൈനസ് എഫ് ഓഫ് എ ബാർ ഇസ് പോസിറ്റീവ് ഫോർ എവറി ടി ബാർ നമുക്ക് കിട്ടി. ടി ബാർ ബിലോങ്സ് ടു ആർ എന്ന് നമുക്ക് പറയാൻ പറ്റും. വിച്ച് ഇംപ്ലൈസ് എഫ് ഓഫ് എ ബാർ പ്ലസ് ടി ബാർ മൈനസ് എഫ് ഓഫ് എ ബാർ ഹാസ് എ മിനിമം അറ്റ് എ ബാർ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഫോർ എവറി ടി ബാർ അല്ല, ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ടി ബാർ 0 ലെസ് ദാൻ ടി ബാർ ലെസ് ദാൻ ആർ ആകുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഏത് ടി ബാർ എടുത്താലും എഫ് ഓഫ് എ ബാർ പ്ലസ് ടി ബാർ മൈനസ് എഫ് ഓഫ് എ ബാർ ഇസ് പോസിറ്റീവ് നമുക്ക് കിട്ടി. ദാറ്റ് ഈസ് എഫ് ഓഫ് എ ബാർ പ്ലസ് ടി ബാർ ഇസ് ഗ്രേറ്റർ ദാൻ എഫ് ഓഫ് എ ബാർ ഫോർ എവറി ടി ബാർ സാറ്റിസ്ഫൈങ് ദിസ് കണ്ടീഷൻ നമുക്കറിയാം. അതായത് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എല്ലാ ടി ബാറും എടുക്കാൻ നമുക്ക് കിട്ടാൻ പോകുന്നത് എ ബാറിൻ്റെ ഒരു നെയ്ബർഹുഡാണ്. എ ബാറിൻ്റെ ഒരു നെയ്ബർഹുഡാണ് നമുക്കിവിടെ കിട്ടാൻ പോകുന്നത്. എ ബാറിൻ്റെ നെയ്ബർഹുഡിൽ എഫ് ഓഫ് എ ബാർ പ്ലസ് ടി ബാർ മൈനസ് എഫ് ഓഫ് എ ബാർ ഇസ് പോസിറ്റീവ് ഫോർ എവറി ടി ബാർ ബിലോങ്സ് ടു ദറ്റ് നെയ്ബർഹുഡ് നമുക്ക് പറയാം. ദാറ്റ് ഈസ് എ ബാർ എഫ് ഹാസ് എ റിലേറ്റീവ് മിനിമം അറ്റ് എ ബാർ. അതായത് ക്യൂ ഓഫ് ടി ബാർ നമ്മൾ എവിടെ നിന്ന് തുടങ്ങിയ ക്യൂ ഓഫ് ടി ബാർ ഗ്രേറ്റർ ദാൻ 0 ഫോർ ഓൾ ടി ബാർ നോട്ട് ഈക്വൽ ടു 0 ബാർ നമ്മൾ എടുത്തപ്പോൾ നമുക്ക് കിട്ടിയത് എഫ് ഹാസ് എ റിലേറ്റീവ് മിനിമം അറ്റ് എ ബാർ എന്ന് കിട്ടി. അപ്പോൾ എ കണ്ടീഷൻ എ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ തന്നെ അല്ലെങ്കിൽ ഈ എഫിന് വരെ മൈനസ് എഫ് എടുത്തുകൊണ്ട് ഇവിടെ നമ്മൾ എഫ് വെച്ചിട്ടാണ് പറഞ്ഞത്. മൈനസ് എഫ് വെച്ച് എടുക്കുകയാണെങ്കിൽ നമുക്ക് ബി പ്രൂവ് ചെയ്യാൻ പറ്റും. ഏകദേശം ബി നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. അതായത് എഫിനെ മൈനസ് എഫ് വെച്ച് റീപ്ലേസ് ചെയ്തിട്ട് സെയിം ആർഗ്യുമെൻറ്റ് യൂസ് ചെയ്യുകയോ അല്ലെങ്കിൽ ഈ സെയിം ആർഗ്യുമെൻറ്റ് വെച്ചിട്ടോ അല്ലെങ്കിൽ എഫിന് പകരം മൈനസ് എഫ് വെച്ചിട്ട് ഈ എയിൽ എഫിന് പകരം മൈനസ് എഫ് വെച്ചിട്ട് നമുക്ക് ഇക്വേഷൻ ബി പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. ഇക്വേഷൻ ബി എന്ന് പറയുന്നത് ക്യൂ ഓഫ് ടി ലെസ് ദാൻ 0 ഫോർ ഓൾ ടി ബാർ ആണെങ്കിൽ എഫ് ഹാസ് എ റിലേറ്റീവ് മാക്സിമം അറ്റ് എ ബാർ എന്നുള്ളതാണ് ഇക്വേഷൻ ബി എന്ന് പറയുന്നത്. ബി സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സെയിം രീതിയിൽ നമുക്ക് ബി ട്രൂ ആണെന്നുള്ളത് പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ പ്രൂഫ് നമ്മൾ പറയുന്നില്ല, സിമിലർലി എഴുതിയാൽ മതി. ബൈ യൂസിങ് സിമിലർ ആർഗ്യുമെൻറ്റ് വി ക്യാൻ പ്രൂഫ് ബി എന്ന് പറഞ്ഞാൽ മതി. ഇനി നമ്മൾ സി പ്രൂവ് ചെയ്യാൻ പോകും. അപ്പോൾ സി എന്ന് പറയുന്നത് ക്യൂ ഓഫ് ടി ബാറും പോസിറ്റീവും നെഗറ്റീവും വാല്യൂസും രണ്ട് വാല്യൂസും ചൂസ് ചെയ്യുവാണെങ്കിൽ എഫ് ഹാസ് എ സാഡിൽ പോയിൻ്റ് അറ്റ് എ ബാർ എന്നുള്ളതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലാംഡ ഗ്രേറ്റർ ദാൻ 0 എടുത്തു. അപ്പോൾ ഇക്വേഷൻ 1-നകത്ത് നമുക്ക് എന്തുണ്ട്, എഫ് ഓഫ് എ ബാർ പ്ലസ് ഇക്വേഷൻ 1 പറയുന്നത് എന്താ, എഫ് ഓഫ് എ ബാർ പ്ലസ് ടി ബാർ മൈനസ് എഫ് ഓഫ് എ ബാർ ഇസ് ഈക്വൽ ടു ക്യൂ ഓഫ് ടി ബാർ ഇൻറ്റു നോം ടി ബാർ സ്ക്വയർ ക്യൂ ഓഫ് ടി ബാർ പ്ലസ് നോം ടി ബാർ സ്ക്വയർ ഇൻറ്റു ഇ ഓഫ് ടി ബാർ.
അവിടെ നമ്മൾ ടി ബാറിനെ റീപ്ലേസ് ചെയ്ത് ലാംഡ ടി ബാർ കൊടുത്തു. ടി ബാറിന് പകരം ലാംഡ ടി ബാർ വെച്ച് റീപ്ലേസ് ചെയ്തു. അപ്പോൾ നമുക്ക് ഇക്വേഷൻ 1 എങ്ങനെ എഴുതാം? എഫ് ഓഫ് ടി ബാർ വരുന്നിടത്തെല്ലാം എന്ത് പറഞ്ഞു? ലാംഡ ടി ബാർ പറഞ്ഞു. അത്രേ ഉള്ളൂ. അപ്പോൾ എഫ് ഓഫ് എ ബാർ പ്ലസ് ലാംഡ ടി ബാർ മൈനസ് എഫ് ഓഫ് എ ബാർ ഇസ് ഈക്വൽ ടു ക്യൂ ഓഫ് ലാംഡ ടി ബാർ പ്ലസ് ലാംഡ, ഇവിടെ ലാംഡ ടി ബാർ ദ ഹോൾ സ്ക്വയർ നോം ലാംഡ ടി ബാർ സ്ക്വയർ എന്നാണ് വരുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ലാംഡ സ്ക്വയർ ഔട്ട് സൈഡ് എടുക്കുമ്പോൾ ലാംഡ സ്ക്വയർ ഇൻറ്റു നോം ടി ബാർ സ്ക്വയർ ഇൻറ്റു ഇ ഓഫ് ലാംഡ ടി ബാർ എന്ന് കിട്ടും. അതായത് ഇവിടെ നമുക്ക് വരുന്നത് നോം ഓഫ് ലാംഡ ടി ബാർ സ്ക്വയറാണ് വരുന്നത്. അപ്പം ലാംഡ കോൺസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് ഔട്ട് സൈഡ് എടുക്കാം. സ്ക്വയറിൻ്റെ ഔട്ട് സൈഡ് എടുക്കുമ്പോൾ ലാംഡ സ്ക്വയർ വരും. അപ്പം എഫ് ഓഫ് എ ബാർ പ്ലസ് ലാംഡ ടി ബാർ മൈനസ് എഫ് ഓഫ് എ ബാർ ഇസ് ഈക്വൽ ടു ക്യൂ ഓഫ് ലാംഡ ടി ബാർ പ്ലസ് ലാംഡ സ്ക്വയർ ഇൻറ്റു നോം ടി ബാർ സ്ക്വയർ ഇൻറ്റു ഇ ഓഫ് ലാംഡ ടി ബാർ നമുക്ക് കിട്ടി. ദാറ്റ് ഇസ് ഈക്വൽ ടു ലാംഡ സ്ക്വയർ ഇൻറ്റു നോം ടി ബാർ സ്ക്വയർ ഇൻറ്റു ഇ ഓഫ് ലാംഡ ടി ബാർ ഇവിടെ കിടക്കുന്നത്. അപ്പം ഇവിടുത്തെ ക്യൂ ഓഫ് ലാംഡ ടി ബാറിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. അതായത് ഇവിടെ നമുക്ക് കിട്ടിയത് എന്താ? എഫ് ഓഫ് എ ബാർ പ്ലസ് ലാംഡ ടി ബാർ മൈനസ് എഫ് ഓഫ് എ ബാർ ഇസ് ഈക്വൽ ടു ക്യൂ ഓഫ് ലാംഡ ടി ബാർ പ്ലസ് ലാംഡ സ്ക്വയർ ഇൻറ്റു നോം ടി ബാർ സ്ക്വയർ ഇൻറ്റു ഇ ഓഫ് ലാംഡ ടി ബാർ. ഇവിടെ ക്യൂ ഓഫ് ലാംഡ ടി ബാർ നമുക്കറിയാം ക്യൂ ഓഫ് സി ടി ബാർ എന്ന് പറഞ്ഞാൽ സി സ്ക്വയർ ഇൻറ്റു ക്യൂ ഓഫ് ടി ബാർ. അപ്പോൾ അത് വെച്ചിട്ട് ക്യൂ ഓഫ് ലാംഡ ടി ബാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാംഡ സ്ക്വയർ ഇൻറ്റു ക്യൂ ഓഫ് ടി ബാർ ആണ്. അപ്പോൾ ഇതിന് വരെ നമുക്ക് ലാംഡ സ്ക്വയർ ഇൻറ്റു ക്യൂ ഓഫ് ടി ബാർ എന്ന് കൊടുക്കാം. പ്ലസ് ബാക്കി ടേം അതേപോലെ തന്നെ ലാംഡ സ്ക്വയർ ഇൻറ്റു നോം ടി ബാർ സ്ക്വയർ ഇൻറ്റു ഇ ഓഫ് ലാംഡ ടി ബാർ. ഇവിടെ നമുക്ക് രണ്ടിടത്തു നിന്ന് ലാംഡ സ്ക്വയർ ഔട്ട് സൈഡ് എടുക്കാൻ പറ്റും. അപ്പോൾ ലാംഡ സ്ക്വയർ ഇൻറ്റു ക്യൂ ഓഫ് ടി ബാർ പ്ലസ് നോം ടി ബാർ സ്ക്വയർ ഇൻറ്റു ഇ ഓഫ് ലാംഡ ടി ബാർ എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഇനി നമ്മൾ സപ്പോസ് ക്യൂ ഓഫ് ടി ബാർ നോട്ട് ഈക്വൽ ടു 0 ഫോർ സം ടി ബാർ എന്ന് എടുത്തു. അപ്പോൾ ക്യൂ ഓഫ് ടി ബാറിൻ്റെ വാല്യൂ നോൺ 0 ആയിട്ട് ടി ബാർ എടുത്തു. അപ്പം ഇ ഓഫ് ഫൈവ് ബാർ എന്ന് പറയുന്നത് ടെൻസ് ടു 0 ആണ്. ആസ് ഫൈവ് ബാർ ടെൻസ് ടു 0. പറയും ഇ ഓഫ് ടി ബാർ ടെൻസ് ടു 0 ആണ്. ആസ് ടി ബാർ ടെൻസ് ടു 0. അതുപോലെ ഇ ഓഫ് ഫൈവ് ബാർ ടെൻസ് ടു ടി ബാർ മാറ്റി ഫൈവ് ബാർ വേറൊരു വേരിയബിൾ കൊടുത്തേ ഉള്ളൂ. അപ്പോൾ ഇ ഓഫ് ഫൈവ് ബാർ ടെൻസ് ടു 0 ആണ്. ആസ് ഫൈവ് ബാർ ടെൻസ് ടു 0 ബാർ. Therefore there is a positive r such that നേരത്തെ പറഞ്ഞ പോലെ തന്നെ നോം ടി ബാർ സ്ക്വയർ ഇൻറ്റു ഇ ഓഫ് ലാംഡ ടി ബാർ ലെസ് ദാൻ 1/2 മോഡ് ക്യൂ ഓഫ് ടി ബാർ. അപ്പോൾ നേരത്തെ പോലെ തന്നെ ഈ നോം ടി ബാർ സ്ക്വയർ ഇൻറ്റു ഇ ഓഫ് ലാംഡ ടി ബാറിനേക്കാളും ഇ ഓഫ് ലാംഡ ടി ബാർ ടെൻസ് ടു 0 ആണ്. ആ ലാംഡ ടി ബാർ ടെൻസ് ടു 0 എന്ന് നമുക്ക് പറയാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് ഒരു there is a positive number r such that if 0 less than lambda less than r nom t bar square into e of lambda t bar is less than 1/2 into q of t bar എന്ന് നമുക്ക് പറയാൻ പറ്റും. അതായത് ഏത് പോസിറ്റീവ് ക്വാണ്ടിറ്റി നമ്മൾ എടുത്താലും അതിനേക്കാളും ചെറിയതായിട്ട് നമുക്ക് ഈ വാല്യൂ ചൂസ് ചെയ്യാൻ പറ്റും. കാരണം ഇ ഓഫ് ലാംഡ ടി ബാർ ടെൻസ് ടു 0 ആണ്. ആസ് ലാംഡ ടെൻസ് ടു 0 ലാംഡ ടി ബാർ ടെൻസ് ടു 0. അപ്പോൾ ടി ബാർ ടെൻസ് ടു 0 ആകുമ്പോൾ ഇ ഓഫ് ലാംഡ ടി ബാർ ടെൻസ് ടു 0 ആയി. അപ്പോൾ ഈ ക്വാണ്ടിറ്റി നോം ടി ബാർ സ്ക്വയറും ടെൻസ് ടു 0 ആയി. അപ്പോൾ ഇത് രണ്ടും ടെൻസ് ടു ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ നിന്ന് വരുന്ന ടെൻസ് ടു 0 ആയിട്ടുള്ള വാല്യൂ ആണ്. അപ്പോൾ നമ്മൾ ഏത് പോസിറ്റീവ് ക്വാണ്ടിറ്റി എടുത്താലും അതിനേക്കാളും ചെറുതായിട്ട് നമുക്കിത് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലാംഡ ഉറപ്പായിട്ടും എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് 0 ലെസ് ദാൻ ലാംഡ ലെസ് ദാൻ r ആകുമ്പോൾ നോം ടി ബാർ സ്ക്വയർ ഇൻറ്റു ഇ ഓഫ് ലാംഡ ടി ബാർ ലെസ് ദാൻ 1/2 ഇൻറ്റു ക്യൂ ഓഫ് ടി ബാർ എന്നുള്ള രീതിയിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഇവിടെ ലാംഡയ്ക്ക് കണ്ടീഷൻ പറയാൻ കാരണം ടി ബാർ ടെൻസ് ടു 0 ആകുമ്പോൾ ഈ ലാംഡ എന്ന് പറയുന്നത് നമ്മളൊരു കോൺസ്റ്റൻ്റ്. അപ്പോൾ ലാംഡ വലിയ വാല്യൂ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ തെറ്റിപ്പോൾ. അതുകൊണ്ടാണ് 0 ലെസ് ദാൻ ലാംഡ ലെസ് ദാൻ r ആകുവാണെങ്കിൽ നോം ടി ബാർ സ്ക്വയർ ഇൻറ്റു ഇ ഓഫ് ലാംഡ ടി ബാർ എന്ന് പറയുന്നത് ലെസ് ദാൻ 1/2 ഇൻറ്റു ക്യൂ ഓഫ് ടി ബാർ നമുക്ക് പറയാമെന്ന് പറഞ്ഞു. ഫോർ സച്ച് ലാംഡ ദ ക്വാണ്ടിറ്റി ലാംഡ സ്ക്വയർ ഇൻറ്റു ക്യൂ ഓഫ് ടി ബാർ പ്ലസ് നോം ടി ബാർ സ്ക്വയർ ഇൻറ്റു ഇ ഓഫ് ലാംഡ ടി ബാർ ഹാസ് ദ സെയിം സൈൻ ആസ് ക്യൂ ഓഫ് ടി ബാർ. അപ്പോൾ ഇവിടെ നമ്മൾ ഇങ്ങനെ ഒരു ലാംഡ ചൂസ് ചെയ്യുക. അതായത് എന്താ ഈ ലാംഡയുടെ കണ്ടീഷൻ 0 ലെസ് ദാൻ ലാംഡ ലെസ് ദാൻ r ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഇൻഇക്വാലിറ്റി ഉണ്ട്. നോം ടി ബാർ സ്ക്വയർ ഇൻറ്റു ഇ ഓഫ് ലാംഡ ടി ബാർ ആണ് ചെറുത് 1/2 മോഡ് ക്യൂ ഓഫ് ടി ബാറിനേക്കാളും. അപ്പോൾ മോഡ് ക്യൂ ഓഫ് ടി ബാറിൻ്റെ ഹാഫിനേക്കാളും ചെറുതാണ് നോം ടി ബാർ സ്ക്വയർ ഇൻറ്റു ഇ ഓഫ് ലാംഡ ടി ബാർ എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും ലാംഡ സ്ക്വയർ ഇൻറ്റു ക്യൂ ഓഫ് ടി ബാർ പ്ലസ് നോം ടി ബാർ സ്ക്വയർ ഇൻറ്റു ഇ ഓഫ് ലാംഡ ടി ബാർ എടുക്കുകയാണെങ്കിൽ എന്ത് വരും? നോം ടി ബാർ സ്ക്വയർ ഇൻറ്റു ഇ ഓഫ് ലാംഡ ടി ബാർ എന്ന് പറയുന്ന വാല്യൂ ഈ ക്യൂ ഓഫ് ടി ബാറിൻ്റെ ഹാഫിനേക്കാളും ചെറുതാണ്. അപ്പോൾ ക്യൂ ഓഫ് ടി ബാർ പോസിറ്റീവ് ആണെങ്കിൽ ഉറപ്പായിട്ടും ഈ നോം ടി ബാർ സ്ക്വയർ ഇൻറ്റു ഇ ഓഫ് ലാംഡ ടി ബാർ എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് അതിനേക്കാളും കുറഞ്ഞുള്ള വാല്യൂ. അതായത് ക്യൂ ഓഫ് ടി ബാറിൻ്റെ മാഗ്നിറ്റ്യൂഡിനേക്കാളും കുറവാണ് നോം ടി ബാർ സ്ക്വയർ ഇൻറ്റു ഇ ഓഫ് ലാംഡ ടി ബാറിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഉറപ്പായിട്ടും ഈ ഡിഫറൻസ് എടുക്കുകയാണെങ്കിൽ ഈ സം എടുക്കുകയാണെങ്കിൽ നോം ടി ബാർ സ്ക്വയർ ഇൻറ്റു ഇ ഓഫ് ലാംഡ ടി ബാറിൻ്റെ സൈൻ എന്ത് തന്നെയാണെങ്കിലും ക്യൂ ഓഫ് ടി ബാറിൻ്റെ സൈൻ ആയിരിക്കും ഈ പ്രൊഡക്റ്റിന് വരിക. ലാംഡ സ്ക്വയർ പോസിറ്റീവ് ആണ് എപ്പോഴും. അപ്പോൾ ലാംഡ സ്ക്വയർ നോക്കേണ്ട ആവശ്യമില്ല. ഇനി ക്യൂ ഓഫ് ടി ബാർ പ്ലസ് നോം ടി ബാർ സ്ക്വയർ ഇൻറ്റു ഇ ഓഫ് ലാംഡ ടി ബാർ ഉണ്ട്. ഇവിടെ നോം ടി ബാർ സ്ക്വയർ ഇൻറ്റു ഇ ഓഫ് ലാംഡ ടി ബാറിൻ്റെ സൈൻ എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ ക്യൂ ഓഫ് ടി ബാറിൻ്റെ ഹാഫിനേക്കാളും സൈൻ അല്ല, നോം ടി ബാർ സ്ക്വയർ ഇൻറ്റു ഇ ഓഫ് ലാംഡ ടി ബാറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ക്യൂ ഓഫ് ടി ബാറിൻ്റെ ഹാഫിനേക്കാളും കുറവാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു സം എന്ന് പറയുന്നത് സമ്മിൻ്റെ സൈൻ ഡിറ്റർമൈൻ ചെയ്യുന്നത് ക്യൂ ഓഫ് ടി ബാറിൻ്റെ സൈനിനെ ആയിരിക്കും.
ക്യൂ ഓഫ് ടി ബാറിൻ്റെ അബ്സല്യൂട്ട് വാല്യൂവിൻ്റെ ഹാഫിനേക്കാളുമാണ് കേട്ടോ. മോഡ് ക്യൂ ഓഫ് ടി ബാറിൻ്റെ ഹാഫിനേക്കാളും കുറവാണ് നോം ടി ബാർ സ്ക്വയറിൻ്റെ ഇ ഓഫ് ലാംഡ ടി ബാർ എന്ന് പറയുന്നത്. അപ്പോൾ സപ്പോസ് നോം ടി ബാർ സ്ക്വയറിൻ്റെ ഇ ഓഫ് ലാംഡ ടി ബാർ പോസിറ്റീവ് ആണെന്ന് വെച്ചു. അങ്ങനെയാണെങ്കിൽ ഈ ക്യൂ ഓഫ് ടി ബാറിൻ്റെ അബ്സല്യൂട്ട് വാല്യൂവിൻ്റെ ഹാഫിനേക്കാളും കുറവായിട്ടുള്ള വാല്യൂ ആണ് ഈ നോം ടി ബാർ സ്ക്വയറിൻ്റെ ഇ ഓഫ് ലാംഡ ടി ബാർ. അപ്പോൾ ഇത് പോസിറ്റീവും ഇത് നെഗറ്റീവും ആണ് എന്താ വരിക? നെഗറ്റീവ് പ്ലസ് പോസിറ്റീവ് എന്നുള്ള പോസിറ്റീവ് ടേം എന്നുള്ള രീതിയിൽ വരും. അപ്പോൾ നെഗറ്റീവ് പ്ലസ് പോസിറ്റീവ് ആകുമ്പോൾ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നത്? രണ്ടുകൂടെ തമ്മിലുള്ള ഡിഫറൻസ് കണ്ടിട്ട് ഏതാണോ വലുത് അതിൻ്റെ സിമ്പിൾ കൊടുക്കുക. അബ്സല്യൂട്ട് വാല്യൂ വലുതായിട്ടുള്ളതിൻ്റെ സിമ്പിൾ കൊടുക്കുക. അബ്സല്യൂട്ട് വാല്യൂ ഉറപ്പായിട്ട് ഏതിൻ്റെ ആയിരിക്കും വലുത്? ക്യൂ ഓഫ് ടി ബാറിൻ്റെ വലുതാവുള്ളൂ. കാരണം നോം ടി ബാർ സ്ക്വയറിൻ്റെ ഇ ഓഫ് ലാംഡ ടി ബാറിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ എന്ന് പറയുന്നത് ക്യൂ ഓഫ് ടി ബാറിൻ്റെ അബ്സല്യൂട്ട് വാല്യൂവിൻ്റെ ഹാഫിനേക്കാളും കുറവാണ്. അപ്പോൾ അബ്സല്യൂട്ട് വാല്യൂ ഇവിടെ ക്യൂ ഓഫ് ടി ബാറിൻ്റെ വലുതായിട്ട് വരത്തുള്ളൂ. രണ്ടും പോസിറ്റീവ് ആണെങ്കിൽ ഉറപ്പായിട്ടും പ്രശ്നമില്ല, രണ്ടും നെഗറ്റീവ് ആണെങ്കിലും പ്രശ്നമില്ല. ഇനി ഒരെണ്ണം പോസിറ്റീവ് പറഞ്ഞാൽ നെഗറ്റീവ് വരുന്ന കേസിൽ മാത്രമേ പ്രശ്നമുള്ളൂ. ഇത് പോസിറ്റീവ് ഇത് നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ഡിഫറൻസ് കണ്ടിട്ട് വലുതിൻ്റെ ചിഹ്നമാണ്. അപ്പോൾ ഇവിടെ ക്യൂ ഓഫ് ടി ബാർ ആണ് അബ്സല്യൂട്ട് വാല്യൂ വലുതായിട്ട് ഉറപ്പായിട്ടും വരുന്നത്. അപ്പോൾ അബ്സല്യൂട്ട് വാല്യൂ വലുതായിട്ട് വരുന്നതിൻ്റെ സിമ്പിളേ നമ്മൾ ഈ സമ്മിനകത്ത് എടുക്കത്തുള്ളൂ. അപ്പോൾ ക്യൂ ഓഫ് ടി ബാറിൻ്റെ സൈനെ ഉറപ്പായിട്ടും വരത്തുള്ളൂ. ലാംഡയുടെ സ്ക്വയർ പോസിറ്റീവ് ആയതുകൊണ്ട് ഇത് നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ക്യൂ ഓഫ് ടി ബാറിൻ്റെ സൈനെ ഈ ഒരു ടേമിന് ഉറപ്പായിട്ടും വരത്തുള്ളൂ. അപ്പം ഫോർ ഈച്ച് സച്ച് ലാംഡ ദ ക്വാണ്ടിറ്റി ലാംഡ സ്ക്വയർ ഇൻറ്റു ക്യൂ ഓഫ് ടി ബാർ പ്ലസ് നോം ടി ബാർ സ്ക്വയർ ഇൻറ്റു ഇ ഓഫ് ലാംഡ ടി ബാർ ഹാസ് ദ സെയിം സൈൻ ആസ് ക്യൂ ഓഫ് ടി ബാർ നമുക്ക് പറയാൻ പറ്റും. ഹെൻസ് ഇഫ് 0 less than lambda less than r, the difference f of a bar plus t lambda bar minus lambda t bar minus f of a bar has the same sign as q of t bar എന്ന് പറയാം. ഇപ്പോൾ 0യ്ക്കും r-നും ഇടയ്ക്ക് ഏത് ലാംഡ നമ്മൾ ചൂസ് ചെയ്താലും എഫ് ഓഫ് എ ബാർ പ്ലസ് ലാംഡ ടി ബാർ മൈനസ് എഫ് ഓഫ് എ ബാറിൻ്റെ സൈൻ എന്ന് പറയുന്നത് ക്യൂ ഓഫ് ടി ബാറിൻ്റെ സെയിം സൈനാണ്. അപ്പോൾ ക്യൂ ഓഫ് ടി ബാർ പോസിറ്റീവും നെഗറ്റീവും വാല്യൂസ് ചൂസ് ചെയ്ത് അപ്പോൾ ക്യൂ ഓഫ് ടി ബാർ പോസിറ്റീവ് ആകുമ്പോൾ ഈ വാല്യൂ പോസിറ്റീവ് ആകും, ക്യൂ ഓഫ് ടി ബാർ നെഗറ്റീവ് ആകുമ്പോൾ ഈ വാല്യൂ നെഗറ്റീവ് ആകും. അതായത് ക്യൂ ഓഫ് ടി ബാർ പോസിറ്റീവും നെഗറ്റീവും വാല്യൂസ് എടുക്കുന്നുണ്ടെങ്കിൽ ഈ ടേം ഡിഫറൻസ് എന്തായിരിക്കും? പോസിറ്റീവ് വാല്യൂ എടുക്കും. അതായത് എഫ് ഓഫ് എ ബാർ പ്ലസ് ലാംഡ ടി ബാർ മൈനസ് എഫ് ഓഫ് എ ബാർ പോസിറ്റീവ് ആകുന്ന ടി ബാറും കാണും, നെഗറ്റീവ് ആകുന്ന ടി ബാറും ഉറപ്പായിട്ടും എക്സിസ്റ്റ് ചെയ്യും. അതായത് അതിൻ്റെ അർത്ഥം എഫ് ഹാസ് എ സാഡിൽ പോയിൻ്റ് അറ്റ് എ ബാർ. പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് എഫ് ഓഫ് എ ബാർ മിനിമം ഒന്നും പറയാൻ പറ്റില്ല, എഫ് ഓഫ് എ ബാർ മാക്സിമം ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ എഫ് ഹാസ് എ സാഡിൽ പോയിൻ്റ് അറ്റ് എ ബാർ എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് തിയറം. ഇച്ചിരി ലെങ്തി തിയറം ആണ്, പക്ഷേ പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പമാണ്. അപ്പോൾ നോക്കി പഠിച്ചാൽ മതി കേട്ടോ.